عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. صدق الله العلي العظيم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني. ആദരണീയരായ ഉലമാക്കൾ, ബഹുമാന്യരായ അള്ളാഹുവിൻ്റെ അതിഥികളായി കഅബ ഷരീഫിലേക്ക് ലക്ഷ്യം വെച്ചിരിക്കുന്ന മുഅ്മിനുകൾ, മുഅ്മിനാത്തുകളെ, അള്ളാഹു നമുക്കും ഈ വർഷം ഹജ്ജ് ഉംറ നിയ്യത്ത് ചെയ്ത എല്ലാവർക്കും ഈ വർഷം തന്നെ ആ അമലിന് അള്ളാഹു സൗഭാഗ്യം നൽകുമാറാവട്ടെ. നാം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അമലുകൾ ആരോഗ്യത്തോടെ ഈമാനികമായ ഖുവ്വത്തോടെ ചെയ്ത് സന്തോഷിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമുഖങ്ങളൊന്നും ഇല്ലാതെ ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. വിശുദ്ധ ഇസ്ലാം, അതിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹജ്ജ്. മറ്റു അമലുകൾക്കില്ലാത്ത രീതിയിൽ അള്ളാഹു ഒരു മനുഷ്യന് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളുടെ എല്ലാം പങ്കാളിത്തം ഹജ്ജിന് ഉണ്ടാകും. നിസ്കരിക്കാൻ പണം ആവശ്യമില്ല, നോമ്പെടുക്കാൻ യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല, നിസ്കരിക്കുന്നതിന് ഇത് രണ്ടും വേണ്ട. ഹജ്ജ് എന്ന് പറയുമ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ ശാരീരികമായ ആരോഗ്യം, ആ നിഅമത്ത് ഇതിന് ഉപയോഗപ്പെടുത്തണം. ആയുഷ്കാലത്തിലെ വിലപ്പെട്ട 1, 1.5, 2 മാസം അതിന് ഉപയോഗപ്പെടുത്തണം. നമ്മുടെ സമ്പാദ്യത്തിലെ നല്ലൊരു സംഖ്യ അതിന് ചെലവഴിക്കണം. ഹജ്ജിന്റെ ഒരു ഫറള് നാട്ടിൽ നിന്ന് ചെയ്താൽ രണ്ടാമത്തെ ഫറള് പിന്നെ മക്കത്ത് പോയിട്ടാണ് ചെയ്യാൻ സാധിക്കുന്നത്. ഹജ്ജിന്റെ ഒരു ഫറള് ഇഹ്റാമാണ്, ഉംറയുടെ ഒരു ഫറള് ഇഹ്റാമാണ്. ഇഹ്റാം കഴിഞ്ഞാൽ പിന്നത്തെ ഫറള് തവാഫാണ്. അത് ചെയ്യണമെങ്കിൽ എന്ത് വേണം? 4000 കിലോമീറ്റർ അകലെ മക്കത്തെത്തണം. ഇത് ഈ ഇബാദത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. അതുകൊണ്ട് ശരീരവും പണവും സമയവും എല്ലാം ചെലവഴിച്ചുകൊണ്ട് മാത്രം ചെയ്യാവുന്ന ഹജ്ജ് ഉംറ എന്ന ഇബാദത്ത്, അത് അല്ലാഹു എല്ലാവർക്കും നിർബന്ധമാക്കിയിട്ടില്ല. പിന്നെയോ മുസ്ലിംകളായ ആളുകളിൽ ഈ കഴിവുകളെല്ലാം ഒത്തിണങ്ങിയവർക്ക് മാത്രമേ നിർബന്ധമാക്കിയിട്ടുള്ളൂ. 100% ഹലാലാണെന്ന് ഉറപ്പുള്ള പണം കയ്യിലുണ്ട്, അള്ളാഹു പൊരുത്തപ്പെട്ടതാണെന്ന് ഉറപ്പുള്ള സമ്പാദ്യത്തിൽ നിന്നാണ് ഹജ്ജിന് പണം എടുക്കേണ്ടത്. യാത്രക്കാരന് ആവശ്യമായ ആരോഗ്യം ഉണ്ടായിരിക്കണം. യാത്രാവേളയിൽ അവന്റെ സമ്പത്തിനോ ശരീരത്തിനോ ഏതെങ്കിലും വിധത്തിലുള്ള ശത്രുക്കളുടെ ഭീഷണി ഇല്ലെന്ന് വരണം. ഇങ്ങനെ തുടങ്ങിയ നിബന്ധനകളും സൗകര്യങ്ങളും ഒത്തിണങ്ങുമ്പോൾ ഈ വർഷമാണ് ഒത്തതെങ്കിൽ ഈ വർഷം തന്നെ പോകണം. സാഹചര്യങ്ങളെല്ലാം ഒത്തിണങ്ങി ഈ വർഷം ഹജ്ജിന് പോകാതെ അവൻ സ്വയമായി തീരുമാനിച്ചു അടുത്ത വർഷമാകാം. അടുത്ത വർഷമായപ്പോഴേക്കും ഇന്നത്തെ ആരോഗ്യം കുറഞ്ഞു, യാത്രാ സംബന്ധമായി ഇന്നത്തെ സൗകര്യം ഇല്ലാതായി. ഈ സങ്കടം ആരോട് പറയും? അതല്ലെങ്കിൽ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും സൗകര്യങ്ങളും ഒത്തുകിട്ടിയിട്ടുണ്ട്, പക്ഷേ അതിനത്ര പ്രാധാന്യം കൊടുക്കാതെ അവൻ അവഗണിച്ചു. ആളിന് ഹജ്ജ് ചെയ്യാൻ കഴിയാതെ അയാൾ ഭൂമിയോട് വിട പറയേണ്ടി വന്നാൽ കാരുണ്യത്തിന്റെ കടലായ പ്രവാചകൻ പറയുന്നത്, അവൻ വല്ല ജൂതനോ മറ്റോ ആയി ചത്തുപോകട്ടെ, എനിക്കത് പ്രശ്നമല്ല. സ്വന്തം കാലിന് ഏറുപറ്റിയിട്ട് കാലിൽ നിന്ന് രക്തമൊഴുകുമ്പോൾ ആ ശത്രുവിന്റെ മുഖത്ത് നോക്കി അള്ളാഹു നിനക്ക് പുറത്തു തരട്ടെ എന്ന് പ്രാർത്ഥിച്ച കാരുണ്യത്തിന്റെ കടലാണ് മുത്തുനബി.
അങ്ങനെയുള്ള പ്രവാചകൻ പറയുന്നു, ഹജ്ജിന് സാഹചര്യങ്ങൾ ഒത്തു, പക്ഷേ അവൻ അതിന് ഒരുങ്ങിയില്ല, അവൻ അത് ശ്രദ്ധിച്ചില്ല. അങ്ങനെയാണ് മരണപ്പെട്ടതെങ്കിൽ എനിക്കവനോട് യാതൊരു ദയയും ഇല്ല എന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാം. അൽഹംദുലില്ലാഹ്, ഈ കൂടിയ നാം ആ വക ഹദീസുകളുടെയും ആയത്തുകളുടെയും ഒക്കെ സാരാംശങ്ങൾ വിശദമായോ അല്പാൽപമായോ അറിയുകയോ പഠിക്കുകയോ ഒക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പോകാൻ തീരുമാനിച്ചവരാണ്. പോകാൻ തീരുമാനിച്ച നമുക്ക് ഇനി എന്തെല്ലാം വേണം? ഈ വിഷയത്തിൽ ലോകപ്രശസ്ത ഗ്രന്ഥമായ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ അൽ ഈളാഹ് എന്ന കിതാബാണ് ഏറ്റവും അടിസ്ഥാനം. ആ കിതാബിനെ അടിസ്ഥാനപ്പെടുത്തി ബഹുമാനപ്പെട്ട സമസ്തയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ SYS ഹജ്ജ് സെൽ ചെയർമാൻ കൂടിയായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഷെയ്ഖുന അവർകൾ രചിച്ച ഒരു മലയാളത്തിലെ കിതാബുണ്ട്, അൽ ഹജ്ജ്. ഹാജിമാർക്ക് ഇതൊന്ന് വാങ്ങി സൂക്ഷിക്കുന്നതും പഠിക്കുന്നതും വളരെ ഉപകാരപ്പെടും. ഇമാം നവവി റളിയല്ലാഹു അൻഹു ഹജ്ജിന്റെ ആധികാരിക കർമ്മങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കഅബ ഷരീഫിലേക്ക് പുറപ്പെടുന്ന ആഫ്രിക്കക്കാരനും അമേരിക്കക്കാരനും പശ്ചിമേഷ്യക്കാരനും മധ്യേഷ്യക്കാരനും ഏഷ്യൻ രാജ്യക്കാരനുമായ മുഴുവൻ ആളുകളോടും പറയുന്നു, ഹജ്ജിന് പുറപ്പെടുന്നതിന് മുമ്പ് ഒരു കാര്യം, മനസ്സിൽ ഹജ്ജ് ആശിച്ചാൽ നാട്ടിലെ സ്വാലിഹീങ്ങളും ആലിമീങ്ങളുമായ നല്ല നടപ്പുള്ള ആളുകളോട് ആ വിഷയത്തെക്കുറിച്ച് ഒരു ആലോചന നടത്തുക. അവരുടെ നല്ല മാർഗനിർദ്ദേശം ലഭിച്ച ശേഷം ഒഴിഞ്ഞ് അള്ളാഹുവിന്റെ അടുക്കൽ ഇരിക്കുക. മറ്റു ഭൗതികമായ ടെൻഷനുകളും കോലാഹലങ്ങളും ഒന്നും ഇല്ലാതെ വുദൂ ചെയ്തു അള്ളാഹുവിന്റെ മുന്നിൽ 2 റക്അത്ത് നിസ്കരിച്ചു. ഖൈറിനെ തേടിക്കൊണ്ടുള്ള 2 റക്അത്ത് നിസ്കാരം എന്നാണ് അതിന്റെ നിയത്ത്. ആ 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോട്, അള്ളാഹുവേ, ഞാൻ ഈ വർഷം ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നു, അതിൽ എനിക്ക് നീ ഖൈറ് നൽകണമേ. എന്താ, ഹജ്ജിന് പോകലെന്നെ ഖൈറല്ലേ, പിന്നെ അതിലൊരു ഖൈറ് നൽകണമേ. ഹജ്ജിന് പോയി അള്ളാഹു മുഴുവനും സ്വീകരിച്ചു, സ്വർഗം കിട്ടിയോ ഇല്ലേ, നമുക്കെങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? പല തടസ്സങ്ങളും പല പ്രതിബന്ധങ്ങളും പല പ്രയാസങ്ങളും നാം അറിഞ്ഞതും അറിയാതെയും ഒക്കെ കയറിക്കൂടും. അതുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, ചെയ്യാൻ പോകുന്ന വിഷയത്തിന്റെ ഖൈറ് നൽകണമേ എന്ന പ്രാർത്ഥന. ഇത് രണ്ടും കഴിഞ്ഞാൽ അവൻ മാനസികമായി തീരുമാനിച്ചു. പിന്നീട് അവൻ ചെയ്യേണ്ടത് ഒരു നീണ്ട ഇബാദത്ത് യാത്രയായതുകൊണ്ട് ആ യാത്രക്ക് ഖൈറ് ഉപദേശിക്കുകയും മറന്നത് ഓർമ്മപ്പെടുത്തി തരുകയും ദീനി മസ്അലകൾ നമുക്ക് പഠിപ്പിച്ചു തരുകയും ചെയ്യുന്ന കൂട്ടുകാരെ കണ്ടെത്തലാണ്. നമ്മൾ ഒരുമിച്ച് ഒരു സംഘമായി പോകുമ്പോൾ നിങ്ങളുടെ സ്വഭാവവും എന്റെ സ്വഭാവവും തമ്മിൽ ഒത്തുകൊള്ളണമെന്നില്ല. അപ്പൊ നമുക്കിടയിൽ നല്ല ഉപദേശങ്ങളും നല്ല പ്രാർത്ഥനകളും അത്യാവശ്യ ഘട്ടങ്ങളിലെല്ലാം ദീനിയായി നമുക്ക് ഉപദേശവും നൽകുന്ന കൂട്ടുകാർ ഏതിലാണ്? അത് കണ്ടെത്തണം. SYS ഹജ്ജ് സെൽ ആലിമീങ്ങളെയും സയ്യിദന്മാരുടെയും നേതൃത്വത്തിൽ ഈ സംഘത്തെ കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ നാം നല്ല കൂട്ടുകാരെ കണ്ടെത്തി. ഇനി ശ്രദ്ധിക്കേണ്ടത് ഹലാലായ പണമാണ്. നമ്മുടെ കയ്യിൽ തന്നെ കുറെ പണമുണ്ട്. നമ്മുടെ തേങ്ങായുടെ വരുമാനമുണ്ട്, നമ്മുടെ ശമ്പളത്തിന്റെ വരുമാനമുണ്ട്, നമ്മുടെ മക്കൾ അയച്ചു തന്ന വരുമാനമുണ്ട്, ഗൾഫിൽ നിന്നും മറ്റുമൊക്കെ അവർ അധ്വാനിച്ച് അയച്ചതുണ്ട്. നമുക്ക് ഈ വരുമാനങ്ങളിൽ ഏറ്റവും ഹലാലാണെന്ന് ഉറപ്പുള്ളതേത്? വിശുദ്ധ കഅബ ശരീഫിന്റെ പണി പൂർത്തീകരിക്കാൻ വേണ്ടി പണം ശേഖരിച്ചപ്പോൾ അന്നത്തെ ജാഹിലിയാക്കളായ ആളുകൾ തന്നെ 100% അവർക്ക്
ഉറപ്പുള്ള പണമേ കഅബത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുള്ളൂ എന്നാണ് ചരിത്രം. ആ കഅബയിലേക്ക് പുറപ്പെടുന്ന നാം നമ്മുടെ പണം, ഒരുപാട് വരുമാനങ്ങളിൽ നിന്ന് പണമുണ്ട്, നമ്മുടെ പറമ്പിലുള്ള തേങ്ങ, അത് വിറ്റിട്ട് കിട്ടിയിരിക്കുന്ന പണം നമുക്ക് ഉറപ്പാണ് അതിൽ ഹലാലേ ഉള്ളൂ. അങ്ങനെ ഉറപ്പുള്ള പണം ഇതൊക്കെ റെഡിപ്പെടുത്തി പോകാൻ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. കൂടുതൽ കൂടുതൽ മുഅ്മിനീങ്ങളോട്, മുൻകാലങ്ങളിൽ ഹജ്ജിന് പോയവരും അറിവുള്ളവരുമായ ആളുകളോട് ഹജ്ജിന്റെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക, ചോദിക്കുക, പഠിക്കുക. ഇനി കൂടുതൽ മുഅ്മിനീങ്ങളോട് പ്രാർത്ഥന കൊണ്ട് വസിയ്യത്ത് ചെയ്യുക. അതോടൊപ്പം ഈ വക കാര്യങ്ങളൊക്കെ നടത്തുന്നതിനിടക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തയ്യാറെടുപ്പ്, വതസവ്വദൂ ഫഇന്ന ഖൈറസ്സാദി തഖ്വാ. അല്ലാഹുവിന്റെ ഖുർആൻ ഹജ്ജ് യാത്രക്ക് ഒരുങ്ങിയ ആളോട് പ്രത്യേകിച്ചു, യാത്രക്ക് നിങ്ങൾ ഒരുക്കങ്ങൾ പൂർത്തിയാക്കേണ്ടതിൽ ഏറ്റവും വലിയ ഒരുക്കം നടത്തേണ്ടത് നിങ്ങളുടെ സാധന സാമഗ്രികളിൽ ഏറ്റവും പ്രധാനമായി തയ്യാറായി ഉണ്ടാകേണ്ടത് തഖ്വയാണ്. എന്താണ് ഈ തഖ്വ എന്ന് പറഞ്ഞാൽ? നമ്മൾ ഇഹ്റാമിന് വേണ്ടി വാങ്ങിയിരിക്കുന്ന ഡ്രസ്സ് 3 ജോഡി വേണ്ടത് 2 ആയിപ്പോയി, പ്രശ്നമില്ല, മക്കത്ത് നിന്ന് തന്നെ ഒരു കടയിൽ നിന്ന് വാങ്ങാം. നമ്മൾ സാധാരണ ഉപയോഗത്തിന് വേണ്ടി കരുതിയിരിക്കുന്ന ഡ്രസ്സ് 2 എണ്ണം കുറഞ്ഞുപോയി, സാരമില്ല, അവിടെ നിന്ന് വാങ്ങാം. നമ്മൾ കരുതിയിരിക്കുന്ന മറ്റു ഭക്ഷണ സാമഗ്രികൾ കുറഞ്ഞുപോയി, മറ്റെവിടെ നിന്നെങ്കിലും വാങ്ങാം. തഖ്വ കുറച്ച് കുറഞ്ഞുപോയി, അത് ഏത് മാർക്കറ്റിലാണ് കിട്ടുക? എന്താണ് ഈ തഖ്വ? തഖ്വ എന്ന് പറയുമ്പോൾ അള്ളാഹു കൽപ്പിച്ചതേ എടുക്കൂ എന്ന മാനസിക തീരുമാനം, അള്ളാഹു വിരോധിച്ചത് എടുക്കുകയില്ല എന്ന ഉറപ്പ്. ഏതുകൊണ്ടെല്ലാം? എന്റെ കണ്ണുകൊണ്ട് അള്ളാഹു പൊരുത്തപ്പെടാത്തത് കാണില്ല, കാതുകൊണ്ട് അള്ളാഹു പൊരുത്തപ്പെടാത്തത് കേൾക്കില്ല, കൈ കൊണ്ട് അള്ളാഹു പൊരുത്തപ്പെടാത്തടത്ത് വെക്കില്ല, കാലുകൊണ്ട് അള്ളാഹു പൊരുത്തപ്പെടാത്തതിലേക്ക് നടക്കുകയില്ല. ഒരാൾ മുത്തക്കിയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അയാൾ നല്ല മുത്തക്കിയായ മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ നല്ല തലീക്കെട്ടുള്ള ആളെന്നാണ്. അയാൾ നല്ല മുത്തക്കിയാണെന്ന് പറഞ്ഞാൽ നല്ലൊരു പച്ച ഷാളുള്ള ആളെന്നാണ്. അയാൾ നല്ല മുത്തക്കിയാണെന്ന് പറഞ്ഞാൽ അയാൾ നല്ലൊരു തടിമാടനാണ് എന്ന ഒന്നുമല്ല. അയാൾ മുത്തക്കിയാണെന്ന് പറഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെട്ട സ്ഥലത്ത് മാത്രമേ അദ്ദേഹത്തെ കാണൂ, അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഇടത്ത് അദ്ദേഹത്തെ കാണില്ല. അതാണ് മുത്തക്കി. അപ്പോൾ അള്ളാഹു ഇഷ്ടപ്പെടാത്ത വിഷയത്തിലേക്ക് നാവോ കയ്യോ കണ്ണോ കാലോ കാതോ നമ്മുടെ അവയവങ്ങൾ തിരിയുന്നതിൽ നിന്ന് ശരീരത്തെ പിടിച്ചു നിർത്തുന്ന ഒരു മനസ്സ്, അതിലെ ഒരു പെൺകുട്ടി പോകുന്നു. എന്റെ പെങ്ങളാണോ? അല്ല, അവള് വീട്ടിലാണ്. എന്റെ ഭാര്യയാണോ? അവളും വീട്ടിലാണ്. പിന്നെ ഞാൻ എന്തിനാ അങ്ങോട്ടൊന്ന് നോക്കേണ്ടി വന്നു? ആ നോട്ടത്തിൽ നിന്ന് എന്റെ കണ്ണിനെ പിടിച്ചു നിർത്താൻ അല്ലാഹ് എന്ന ചിന്തക്ക് സാധിക്കാം. ഈ സാധനം ഇതെനിക്ക് എടുക്കൽ അനുവദനീയമാണോ അല്ലേ എന്നെനിക്ക് ഉറപ്പില്ല. സാരില്ല, ഹജ്ജിന്റെ ബുക്കല്ലേ, ബിസ്മിൻ ചൊല്ലി എടുക്കുക, അനുവദനീയമല്ലെങ്കിലോ. അങ്ങനെ ഉണ്ട് ചിലത്, വേണ്ടാത്തതിനൊരു ബിസ്മി കൂട്ടിക്കൊടുക്കുക. കളവ് നടത്തുകയാണെങ്കിൽ അത് ഹലാലാക്കാനുള്ളതാ ബിസ്മി. അങ്ങനുണ്ട്. ഒരാൾ മദ്യപിക്കാൻ വേണ്ടി പോവുക, ഇസ്ലാമിന്റെ നിലക്കാ കുടിക്കുന്നത്, അതെങ്ങനെ? ബിസ്മിയൊക്കെ ചൊല്ലിയിട്ട് നല്ല മട്ടത്തിൽ. നമ്മുടെ നാവ്, നമ്മുടെ കണ്ണ്, കാത് എല്ലാം അള്ളാഹു ഇഷ്ടപ്പെടാത്ത വിഷയത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നമ്മുടെ മനസ്സിന്റെ അല്ലാഹ് എന്ന വിശ്വാസത്തിന് സാധിക്കുക. അതെന്താണ്? നാം എത്ര രഹസ്യമായ പാതിരാവിന്റെ കൂരിരുട്ട്, എല്ലാവരും നിശയുടെ നിദ്രയിൽ, ഒരു പക്ഷി
പറവാദികളുടെ ശബ്ദമില്ല, ഒരു പച്ച ഇല പോലും അനങ്ങുന്നില്ല, ഉറക്കത്തിന്റെ മഴക്കത്തിലാണ്. ആ സമയത്ത് നല്ലൊരു സംഖ്യ ഞാൻ കാണുകയാണ്. അതെടുത്താൽ ആരും അറിയില്ല. സാഹചര്യമാണ് ആ സംഖ്യ മോഷ്ടിക്കാൻ എനിക്ക് ഒരുക്കി തന്നിരിക്കുന്നത്. പക്ഷേ മറ്റാരും അറിയുകയും കാണുകയും ചെയ്യുന്നില്ലെങ്കിലും എന്റെ റബ്ബ് കാണുന്നുണ്ടല്ലോ എന്ന ഒരൊറ്റ ചിന്ത, അത് മാത്രം നമ്മെ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കണം. അതാണ് മുത്തഖി, അതാണ് തഖ്വ. അങ്ങനെയുള്ള ഒരു തഖ്വയും ഈമാനും അത് ഉള്ളവരാണ് കഅബ ശരീഫിലേക്ക് വരേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ വതസവ്വദൂ ഫഇന്ന ഖൈറസ്സാദി തഖ്വ. നിങ്ങൾ യാത്ര സാമഗ്രികൾ ഒരുക്കണം, നല്ല പോലെ തയ്യാറെടുക്കണം. നിങ്ങൾ തയ്യാറാക്കുന്നതിൽ ഏറ്റവും വിഭവസമൃദ്ധമായ ഭക്ഷണം ഏതാണ്? അത്തഖ്വ. അതുകൊണ്ട് ഹജ്ജിന് പുറപ്പെടാൻ ഉദ്ദേശിക്കുന്ന ഉമ്മമാർ, സഹോദരിമാർ, സഹോദരങ്ങളെ, തഖ്വയുള്ള ഹൃദയത്തിന് നാം പരിശ്രമിക്കണം. അതിനെന്താണ് വേണ്ടത്? ഒന്ന്, ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, 2 രൂപത്തിൽ തൗബ. എന്താണ് 2 രൂപത്തിൽ തൗബ? ഒന്ന്, അല്ലാഹുവും നമ്മളും നേരിട്ട് ചെയ്യേണ്ട വിഷയങ്ങളിൽ പാകപ്പിഴവ് സംഭവിച്ചു, ആ തെറ്റിന് തൗബ. അല്ലാഹുവിന് ചെയ്ത തെറ്റ് തന്നെ, പക്ഷേ മനുഷ്യരെ കൂടി ഇടപെടുത്തിക്കൊണ്ട് ചെയ്ത തെറ്റാണ്. ഞാൻ നിങ്ങളോട് പണക്കത്തിലാണ്, അല്ലെങ്കിൽ നാം നമ്മുടെ മാതാപിതാക്കളോട് പണക്കത്തിലാണ്, അയൽവാസികളോടൊരു പണക്കത്തിലാണ്. എന്തെങ്കിലും കാരണത്താൽ ആരോടെങ്കിലും ജനങ്ങളുമായുള്ള ഹക്കടപാടുകൾ വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, സമ്പത്ത് കൊണ്ട് നമുക്കുണ്ട്. എന്നാൽ അതിന് നാം തൗബ ചെയ്യുമ്പോൾ എന്താണ് വേണ്ടത്? അള്ളാഹുമായി നേരിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് തൗബ ചെയ്യുന്നത് പോലെ പോരാ. എന്താണ് ഈ തൗബ എന്ന് പറഞ്ഞാൽ തന്നെ? അള്ളാഹുമായി അകന്ന് ജീവിക്കുന്ന ആൾ അള്ളാഹുവിനോട് അടുത്ത് ജീവിക്കാൻ തീരുമാനിക്കുക, അതാണ് തൗബ. എങ്ങനെ ആയിരിക്കണം ആ തൗബ? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഒരു പശുവിന്റെ അകിടിൽ നിന്ന് നാം പാല് കറന്നെടുത്തു, ഒരു പശുവിന്റെ മുലയിൽ നിന്ന് പാല് കറന്നെടുത്തു. ഈ എടുത്തിരിക്കുന്ന പാല് ആ ദ്വാരത്തിൽ കൂടെ തന്നെ തിരിച്ചങ്ങോട്ട് വെക്കാൻ പറ്റുമോ? പറ്റില്ല. ഇതേ പ്രകാരം ഏതൊരു തെറ്റിൽ നിന്നൊരാൾ തൗബ ചെയ്യുന്നുവോ പിന്നീട് ഒരിക്കലും ആ തെറ്റിലേക്ക് പോവുകയില്ല എന്ന പ്രതിജ്ഞ, അതാണ് തൗബയുടെ നിബന്ധന. അപ്പോൾ നിസ്കരിച്ചിട്ടില്ലാത്ത ആളുകൾ, നോമ്പ് എടുത്തിട്ടില്ലാത്ത ആളുകൾ, മറ്റ് തെറ്റുകുറ്റങ്ങൾ ചെയ്ത ആളുകൾ, നിസ്കാരം, നോമ്പ് പോലത്തെ അള്ളാഹുമായി നേരിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതിന് തൗബ ചെയ്യാം. ചെയ്തിട്ടില്ലാത്തവർ ചെയ്ത് വീട്ടാം എന്ന തീരുമാനത്തോടെ ചെയ്തുകൊണ്ട് അതിന് തൗബ ചെയ്യാം. ഞാൻ നിങ്ങൾക്ക്, നമ്മൾ രണ്ടുപേരും നടത്തിയ സാമ്പത്തിക ഇടപാടുണ്ടായി, ഒരു കൂറ് കച്ചവടം ഉദാഹരണം. ആ കൂറ് പിരിഞ്ഞപ്പോൾ ഞാനും നിങ്ങളും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന 50,000 ഉണ്ട്. വർഷങ്ങൾ 30 കഴിഞ്ഞു. ഇപ്പൊ അദ്ദേഹവും അത് വിട്ടുപോയി, നമ്മളും അത് വിട്ടുപോയി. എന്നാലും ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്ന നമ്മൾ ഒന്ന് അദ്ദേഹത്തെ ചെന്ന് കണ്ടുകൊണ്ട്, അന്ന് നമ്മളൊരു തർക്കത്തിൽ 50,000 ഒരു തർക്കം ഉണ്ടായിരുന്നു. നിങ്ങളും അത് വിട്ടു, ഞാനും വിട്ടു. എന്നാലും അത് പൂർണ്ണമായി വിട്ടെങ്കിലേ എന്റെ ഹജ്ജിന് പോകൽ ശരിയാകുള്ളൂരോ. അയാളെ കൊണ്ട് അത് പൊരുത്തപ്പെടിപ്പിക്കും. ഞാൻ നിങ്ങൾക്കൊരു 10,000 രൂപ കടമായി നിങ്ങളിൽ നിന്ന് വാങ്ങിച്ചത് തരാനുണ്ട്. നാളെ എന്റെ ഹജ്ജ് യാത്രയാണ്. ഇന്ന് നിങ്ങളെ വന്ന് കണ്ട് ആ 10,000 തരിക, അല്ലെങ്കിൽ ആ 10,000 വിലയുള്ള ഒരു സ്വത്ത് എനിക്ക് വല്ലതും സംഭവിച്ചാൽ ഇതിൽ നിന്ന് എടുക്കാം എന്ന് നിങ്ങൾക്കൊരു എഗ്രിമെന്റ് കൈമാറുക. അത് രണ്ടും അല്ലെങ്കിൽ എന്റെ മകനെ വിളിച്ചുകൊണ്ട്, മോനെ, ഞാൻ ഇദ്ദേഹത്തിന് ഒരു 10,000 കൊടുക്കാനുണ്ട്, ഇത് നീ ഇദ്ദേഹത്തിന് അടുത്ത 1-ാം തീയതി കൊടുക്കണം, നിങ്ങൾ അത് സമ്മതിക്കാം, അത് ഒത്തുചേരാം. ഇങ്ങനെ സാമ്പത്തികമായി അല്ല, നമുക്ക് വാക്ക് മുഖേനയാണ്. ഞാൻ പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾക്ക് തൃപ്തികരമല്ലാതെ വന്നു,
നിങ്ങൾക്കതിൽ എന്നോട് വിഷമമുണ്ടെന്ന് എനിക്കറിയാം. ഹജ്ജിന് പോകാൻ തീരുമാനിച്ചിരിക്കുന്ന ഞാൻ നിങ്ങളോട് വന്നിട്ട് അന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ എന്റെ അടുക്കൽ ഒരു അബദ്ധം വന്നു. ആ വാക്ക് നിങ്ങളൊരു കറയായി മനസ്സിൽ സൂക്ഷിക്കരുത്. നിങ്ങളത് മനസ്സിൽ നിന്ന് വിട്ടേക്കണം. ഞാൻ ഹജ്ജിന് പോകുന്നു, നിങ്ങൾക്ക് ഞാൻ കഅബത്തിന്റെ അടുത്ത് വെച്ച് ദുആ ചെയ്യും, നിങ്ങൾ എനിക്ക് വേണ്ടിയും ദുആ ചെയ്യണേ. ഈ ഒരു രീതിയിൽ നമ്മുടെ തൗബ ഉണ്ടായിരിക്കണം. തൗബത്തുൻ നസൂഹ്, ശരിയായ തൗബയാണെങ്കിൽ അവന്റെ അവസ്ഥ എന്താ? അത്തായിബു മിനൽ ദംബി കമൻ ലാ ദംബ ലഹു. ദോഷത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് പക്ഷാതപിച്ച് മടങ്ങിയിരിക്കുന്ന ആൾ തീരെ പാപം ചെയ്തിട്ടില്ലാത്തവനെ പോലെയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രവും അല്ല, ദോഷത്തിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് തൗബ ചെയ്യാൻ ആരും മാനസികമായി പ്രയാസപ്പെടണ്ട. എന്താണ്? വീണുപോയ ഒരു സാധനം വീണ്ടും തിരിച്ചു കിട്ടുന്നത് പോലെയാണ് അള്ളാഹുവിന്റെ റസൂൽ തൗബ ചെയ്ത് മടങ്ങിയവനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയത്. ഹാജിയുടെ പോക്കറ്റിൽ കിടക്കുന്ന ഒരു 1000 രൂപ നോട്ട് പെട്ടെന്ന് കാണാനില്ല. അതിവിടെ തെരഞ്ഞു, അവിടെ തെരഞ്ഞു, ഇവിടെയൊക്കെ അന്വേഷിച്ചു. കുറെ അന്വേഷിച്ചപ്പോൾ അത് ഷർട്ടിട്ടപ്പോ താഴെ വീണതാണ്. മേശക്കടിയിൽ നിന്ന് അത് കിട്ടി. വീണുപോയി എന്ന് ഉറപ്പിച്ചത് രണ്ടാമത് കിട്ടിയപ്പോൾ സന്തോഷം കൂടിയോ കൂടിയില്ലേ? ആദ്യം പോക്കറ്റിലുള്ളതിനേക്കാൾ ഇപ്പൊ രണ്ടാമത് കിട്ടിയപ്പോ സന്തോഷം വർദ്ധിക്കായത് അല്ലേ? എന്ന പോലെ തൗബ ചെയ്യുന്നതിന് വേണ്ടി ആദ്യം തെറ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരാൾ തെറ്റിൽ നിന്ന് പിന്മാറി അവൻ അള്ളാഹുവിന്റെ അടുക്കലേക്ക് നന്നായി വരുന്നു എങ്കിൽ അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സ്ഥാനമാണ് നൽകുന്നത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇനി മറ്റൊരു പ്രധാന കാര്യം, ഹജ്ജിന് പുറപ്പെടാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ മാതാപിതാക്കളുമായി ഏതെങ്കിലും വിധത്തിൽ തൃപ്തി കുറവിൽ നിൽക്കുന്നുണ്ടെങ്കിൽ മാതാപിതാക്കളെ പൊരുത്തം ലഭിക്കാതെ ഒരാൾ കഅബയിലേക്ക് വരേണ്ടതില്ല. അത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു സ്ത്രീയാണ് ഹജ്ജിന് പോകുന്നതെങ്കിൽ ഈ വക കാര്യങ്ങൾക്കെല്ലാം പുറമെ അവളെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടോ അദ്ദേഹത്തിന്റെ സമ്മതം കിട്ടിയിരിക്കണം. മാത്രമല്ല, സ്ത്രീക്ക് അവളോട് കൂടെ യാത്ര ചെയ്യാൻ ഭർത്താവോ വാപ്പയോ അതുപോലെ തന്നെ സഹോദരനോ തുടങ്ങി വിവാഹബന്ധം പാടില്ലാത്തൊരു പുരുഷന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ എനിക്കൊരപകടവും സംഭവിക്കുകയില്ലെന്ന് ഉറപ്പുള്ള ഒരു സംഘം, അങ്ങനെയാണ് അവൾ യാത്ര പോകേണ്ടത്. അൽഹംദുലില്ലാഹ്, നമ്മുടെ SYS കമ്മിറ്റിയിൽ വരുന്ന 1000-ഓളം ആളുകളിൽ ധാരാളം ഉമ്മമാരുണ്ടാകാറുണ്ട്. ആലിമീങ്ങളുടെയും സയ്യിദന്മാരുമൊക്കെ ചേർന്നുകൊണ്ടുള്ള ആ സംഘം അവർക്ക് വേണ്ട ഇബാദത്ത് സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. അല്ലാഹു തആല ഈ രൂപത്തിൽ നിബന്ധനകൾ പൂർത്തിയാക്കി ഹജ്ജിന് പുറപ്പെടാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. റമളാൻ കഴിഞ്ഞു, ഇഹ്റാമിന്റെ സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള സമയം ആയി. എന്നാൽ എന്തു വേണം? ഹജ്ജുമായി ബന്ധപ്പെട്ട ഉപയോഗ സാധനങ്ങൾ വാങ്ങുന്നിടത്ത് കൂടുതൽ തർക്കങ്ങൾ നടത്തിക്കൊണ്ട് വാങ്ങരുത് എന്ന് പഠിപ്പിച്ച മസ്അല എന്താണ് നമ്മൾ മനസ്സിലാക്കി തരുന്നത്? പൊരുത്തമില്ലാത്തൊരു ശതമാനം അതിൽ കലരരുത് എന്നാണ്. തൃപ്തിയില്ലാത്ത, പൊരുത്തമില്ലാത്ത ഒരു പൈസയുടെ സാന്നിധ്യം, സാധന സാമഗ്രികളുടെ സാന്നിധ്യം എന്താ? അവളെ തന്നെ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളും ഞാനും ഒരുമിച്ചാണ് പോകുന്നത്, എന്നാൽ സ്വയഷ്ടപ്രകാരം കൈകാര്യം ചെയ്യേണ്ട സാധനങ്ങൾ കൂറായി വാങ്ങരുത്. അച്ചാറിന്റെ കുപ്പി നമുക്ക് രണ്ടാക്കൂടി ഒന്ന് വാങ്ങും, പറ്റില്ല. നിങ്ങൾക്കൊന്ന് വേറെ വാങ്ങാം, എനിക്കൊന്ന് വേറെ വാങ്ങാം. എന്തുകൊണ്ട്? ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആരൊക്കെയാണോ അടുത്തിങ്ങനെ ഇരിക്കുന്നത് അവർക്കൊക്കെ അച്ചാർ കൊടുക്കണമെന്നാ എന്റെ മനസ്സ്. നിങ്ങളെ മനസ്സോ? ഇത് നമ്മളൊരു 3 മാസത്തേക്കുള്ള യാത്രയാണ്, പിന്നെ ഇതിങ്ങനെ സദക്കാ ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടുന്നാ കിട്ടുക?
അപ്പൊ സ്വാഭാവികമായും നിങ്ങളത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. നിങ്ങളെ മനസ്സ് അങ്ങനെയാണ്. എന്റെ മനസ്സോ അവർക്ക് വേണമെങ്കിൽ അവരൊക്കെ വാങ്ങിക്കോട്ടെ, അവരൊക്കെ പണക്കാരല്ലേ. അച്ചാറിനൊന്നും പണമില്ലാത്തവൻ അവനെന്തിനാ ഹജ്ജിന് വന്നിരിക്കുന്നത്? സ്വാഭാവികമായും ആ പണത്തിന്റെ ചെലവഴിക്കൽ ശരിയായോ? മാത്രമല്ല, ഈ സത്യസന്ധരായ ഹാജിമാരെ കൊണ്ട് ആ ഭക്ഷണം കഴിപ്പിച്ചത് ശരിയായോ? അതുകൊണ്ട് തന്നെ ഹജ്ജിന് സാധനങ്ങൾ വാങ്ങുമ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം ചെലവഴിക്കാൻ സ്വാതന്ത്ര്യമുള്ള രൂപത്തിൽ വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യണം. അതൊക്കെ പ്രധാനങ്ങളാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കത് അത്ര കാര്യമല്ലെന്ന് തോന്നണ്ട. പൊരുത്തമില്ലാത്തൊരു സാധനം എത്ര ചെറുതാണെങ്കിലും ഈ വിഷയത്തിൽ ചേരരുത് എന്നാണ് അതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അൽഹംദുലില്ലാഹ് ഇതൊക്കെ സൂക്ഷിച്ചു പോകാൻ ഉള്ള സമയം അടുത്തു. എന്നാൽ എന്തു വേണം? അടുത്ത വ്യാഴാഴ്ച, ശനിയാഴ്ച, തിങ്കളാഴ്ച തുടങ്ങി ഒരു നല്ല ദിവസം യാത്രക്ക് തെരഞ്ഞെടുക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇപ്പൊ പിന്നെ നല്ല ദിവസം എന്നാണ്? വിമാനത്തിന്റെ ടിക്കറ്റ് ഉറപ്പിക്കുന്നത് എന്നാണ്, അന്ന് തന്നെയാണ് ഇപ്പൊ നല്ല ദിവസം. ഭൂമിയിൽ കൂടെ യാത്ര ചെയ്യുന്ന കാലത്താണ് നമ്മൾ ദിവസം നിശ്ചയിച്ചിരുന്നത്. ഇപ്പൊ ആകാശത്തൂടെ പറക്കാൻ നിശ്ചയിച്ചപ്പോൾ എന്നാണോ ടിക്കറ്റ് അന്നാണ് നല്ല ദിവസമാകുക. നബി മുഹമ്മദുർ റസൂലുള്ളാഹ് വ്യാഴാഴ്ചയുടെ യാത്ര, തിങ്കളാഴ്ചയുടെ യാത്ര, ശനിയാഴ്ചയുടെ യാത്രയൊക്കെ വളരെ പ്രാധാന്യത്തോടെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒന്നാം സ്ഥാനമാണ് വ്യാഴാഴ്ചക്ക്. സാധാരണ തന്നെയും അങ്ങനെയാണ്, ഹജ്ജ് എന്നല്ല. അല്പം ദീർഘമായ ഒരു യാത്രക്കൊരുങ്ങുമ്പോൾ വ്യാഴാഴ്ചയാണ് നല്ലത്. ഇരിക്കട്ടെ, ഇപ്പൊ പിന്നെ യാത്രാ ഷെഡ്യൂളുകളെല്ലാം ഗവൺമെന്റും മറ്റു ഹജ്ജ് കമ്മിറ്റിയും ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ട്, വിമാന കമ്മിറ്റിയും ഒക്കെ ചേർന്നുകൊണ്ട് തീരുമാനിക്കുന്നത് കൊണ്ട് നമ്മുടെ ഇഷ്ടപ്രകാരം തന്നെ നടന്നോളണമെന്നില്ലെങ്കിലും ശ്രദ്ധിക്കാവുന്നതാണ്. തൗബ ചെയ്തു, പൊരുത്തപ്പെടിപ്പിക്കൽ നടന്നു, സന്തോഷത്തോടുകൂടെ പലരോടും പ്രാർത്ഥന പറഞ്ഞു, അത്യാവശ്യ കാര്യങ്ങൾ പഠിച്ചു, കേസറ്റുകൾ കണ്ടു, കേട്ടു, പുസ്തകങ്ങൾ വായിച്ചു, മനസ്സിലാക്കി, എല്ലാം. ഇനിയോ ഈ വ്യാഴാഴ്ച പോവുകയാണ് എന്നിടത്ത് കാര്യമല്ല. അപ്പൊ പറഞ്ഞു വന്നത്, നമ്മൾ പോകാൻ തീരുമാനിച്ചു. എപ്പോഴാ യാത്ര? വ്യാഴാഴ്ച. ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിന്റെ യാത്രാ സൗകര്യം വെച്ചുകൊണ്ട് പരിശുദ്ധ കഅബ ശരീഫിലേക്ക് ഹജ്ജിന് പുറപ്പെടുന്ന ആളുകൾ, അല്ലാഹു അല്ലാഹ്, ലോകത്ത് അല്ലാഹു ആദ്യമായി സ്ഥാപിച്ചിരിക്കുന്ന ഭവനം, ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകാ. അല്ലാഹു ആകുന്ന ഉടമസ്ഥൻ ഭൂമിയിൽ ആദ്യമായി സ്ഥാപിച്ച ഭവനമാണ് കഅബ ശരീഫ്. മലക്കുകൾ മുഖേന അത് സ്ഥാപിച്ചു. പിന്നീട് അമ്പിയാക്കളിലൂടെ അത് നിലനിർത്തിപ്പോന്നു. ഖലീലുല്ലാഹി നബി ഇബ്രാഹിം, നബിയുല്ലാഹി ഇസ്മായിൽ അലൈഹിസ്സലാം അടക്കമുള്ളവർ ഇന്ന് കാണുന്ന രൂപത്തിൽ അതിന്റെ പുനർനിർമ്മാണം പൂർത്തിയാക്കി. പിന്നീട് പല രാജാക്കന്മാരുടെയും മഹാന്മാരുടെയും കാലത്ത് അതിന് പുനർനിർമ്മാണങ്ങളൊക്കെ നടന്നു. അള്ളാഹു അയച്ചിരിക്കുന്ന മുഴുവൻ അമ്പിയാക്കളും, ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം മുതൽക്ക് ഇങ്ങോട്ട് നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടക്കമുള്ള അമ്പിയാക്കളെല്ലാം, ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു, മാത്രമോ ബഹുമാനപ്പെട്ട ബീബി ഖദീജത്തുൽ കുബ്ര, ആയിഷത്തു തുഹ്റ, ഫാത്തിമത്തു സുഹ്റ റളിയല്ലാഹു അൻഹുന്ന അജ്മഈൻ. അവരെല്ലാവരും വരികയും തൊടുകയും മുത്തുകയും ചുംബിക്കുകയും കെട്ടിപ്പിടിക്കുകയും കരയുകയും പ്രാർത്ഥിക്കുകയും ദുആ ചെയ്യുകയും ചെയ്ത ആകാശത്തിന് ചുവട്ടിലെ ഏറ്റവും പരിശുദ്ധമായ സ്ഥലം. ഇനി ആ കഅബ ശരീഫും പരിസരവും അല്ലാതെ അത്ര മുന്തിയ, അത്ര പരിശുദ്ധമായ മറ്റൊരു സ്ഥലത്ത് നമുക്ക് പോകാനില്ല. ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോകാൻ ഒരുങ്ങുന്നത്. അതുകൊണ്ട് ഹജ്ജ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? കഅബത്തെ മനസ്സിൽ കരുതുക എന്നാണ്. ഞാൻ കഅബത്തെ കരുതി.
വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലാ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. കണ്ടോ? വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ്. ഓ ഇബ്രാഹിം നബിയേ, നിങ്ങൾ കഅബ ശരീഫിനെ കരുതിക്കൊണ്ട് കഅബയിലേക്ക് പുറപ്പെടാൻ ലോകത്ത് വിളംബരം ചെയ്യണം. ആ വിളംബരം നടന്നു കഴിഞ്ഞാൽ യഅതൂക റിജാല വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ലോകത്തിന്റെ ഒട്ടനേകം ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ നിങ്ങളുടെ വിളി കേട്ടുകൊണ്ട് കഅബ ശരീഫിലേക്ക് വരാനുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട് അല്ലാഹു തആല. അന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ചു. ആ വിളി കേട്ടുകൊണ്ട് ധാരാളം പേർ കഅബ ശരീഫിലേക്ക് പോവുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ചു ഒരു ഭാഗത്തേക്ക്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ചു ഈ ഭാഗത്തേക്ക്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ചു ആ ഭാഗത്തേക്ക്, 4 ഭാഗത്തേക്കും വിളിച്ചു. ഈ വിളി കേൾക്കാൻ ഭാഗ്യം ലഭിച്ചവരിൽ 2-3 വിധത്തിലുള്ളവരുണ്ട്. ഒന്ന്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ചപ്പോൾ എല്ലാ ഭാഗത്തേക്ക് തിരിഞ്ഞു വിളിച്ചപ്പോഴും എല്ലാ വിളിയും കേട്ടു ഒരു വിഭാഗം. 1-2 ഭാഗത്തേക്കുള്ള വിളി കേട്ടു മറ്റൊരു വിഭാഗം. ഒരു വിളിക്കൽ മാത്രം കേട്ടു മറ്റൊരു വിഭാഗം. അതൊക്കെ കേട്ടത് ആരാണ്? ആദം നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ അന്ന് ഒരുമിച്ച് കൂട്ടി എന്ന് പറഞ്ഞ റൂഹകളാണ് കേട്ടത്. നമ്മുടെ ഈ ബോഡി അല്ല കേട്ടത്, നമ്മുടെ ദേഹിയാണ് കേട്ടത്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിളി ഒരു പ്രാവശ്യം കേട്ട ആളുകൾ ഒരു പ്രാവശ്യം നിർബന്ധമായും ഹജ്ജിന് പോകും. 2 പ്രാവശ്യം കേൾക്കാൻ ഭാഗ്യം ലഭിച്ചവരോ 2 പ്രാവശ്യം പോകും. 4 ഭാഗത്തേക്കും പല പ്രാവശ്യം ഇബ്രാഹിം നബി വിളിച്ചപ്പോൾ ആ വിളികളൊക്കെ കേട്ടു. അതിന് ഭാഗ്യം ലഭിച്ചവരോ പല പ്രാവശ്യവും പോകാൻ അവർക്ക് തൗഫീഖ് ഉണ്ടാകും. അള്ളാഹു നമ്മെ ഭാഗ്യവാന്മാരിൽ പെടുത്തുമാറാവട്ടെ. അള്ളാഹുവാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. നാം എന്തു ചെയ്യണം? എനിക്ക് അള്ളാഹു ആ ഭാഗ്യം തരും എന്ന പ്രതീക്ഷയിൽ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിളി കേൾക്കുമ്പോൾ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന ആളുകളെല്ലാം അവിടെ എത്തും. നമ്മൾ അങ്ങോട്ടെത്തുമ്പോൾ കഅബ ശരീഫിലേക്ക് എത്തുന്നതിന്റെ സുമാർ 19 കിലോമീറ്റർ മുമ്പ് ഹറം ഷരീഫിന്റെ അതിർത്തിയുണ്ട്. ആ അതിർത്തി മുതൽ അങ്ങോട്ട് കാഫിറുകൾക്ക് പ്രവേശനമില്ല. ഷഹാദത്ത് കലിമയിൽ വിശ്വാസമില്ലാത്തവർ അവിടേക്ക് പ്രവേശനമില്ല. അവിടെ മുഴുവനും മലക്കുകൾ നിറഞ്ഞു നിൽക്കുന്നു, അമ്പിയാക്കൾ മുഴുവനും. ഇനി വേറെ നാം മക്കത്തുൽ മുക്കറമയിലൂടെ നടന്നു പോകുമ്പോൾ നാം നടക്കുന്ന സ്ഥലത്ത് കൂടിയായിരിക്കും ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടന്നത്. ഇപ്പൊ നമ്മൾ ഇരുന്ന സ്ഥലത്തായിരിക്കും റസൂലുള്ളാഹി തങ്ങൾ ഇരുന്നത്. ഇപ്പൊ നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലത്തായിരിക്കും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചത്. ഇപ്പൊ നിങ്ങൾ ഓതുന്ന സ്ഥലത്ത് വെച്ചായിരിക്കും ഫാത്തിമ ബീബി ഓതിയത്. ഇങ്ങനെയുള്ള വളരെ പുണ്യമായ ആ സ്ഥലത്തേക്ക് പോവുകയല്ലേ. അതുകൊണ്ട് പുറപ്പെടുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് ഒരുങ്ങേണ്ട കാര്യങ്ങൾ: 1, ഇഹ്റാമിന് മുമ്പ് നഖം മുറിക്കുക, സ്ത്രീയും പുരുഷനും. ശരീരത്തിൽ നിന്ന് നീക്കൽ ആവശ്യമായ കക്ഷരോമങ്ങൾ, ഗുഹ്യരോമങ്ങൾ തുടങ്ങിയവ നീക്കുക, സ്ത്രീയും പുരുഷനും. പുരുഷന്മാർ താടിയെല്ലാം ഒന്ന് ഒപ്പിച്ച് ശരിയാക്കുക, കൂടുതലായി പോകരുത്. ശരീരത്തിൽ നീക്കേണ്ട നഖം, രോമങ്ങൾ തുടങ്ങിയവ നീക്കുക. എന്നിട്ടോ അശുദ്ധിയുള്ള പെണ്ണായാലും ശുദ്ധിയുള്ളവളായാലും ആ പുരുഷന്മാരും ഒരുമിച്ച് എല്ലാവർക്കും സുന്നത്തായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് അതെന്താണ്? അവന്റെ ജനാസ അവൻ കുളിപ്പിക്കുന്ന രൂപത്തിലുള്ള ശരീരത്തിൽ നിന്ന് അഴുക്കുകൾ പൂർണ്ണമായും നീങ്ങുന്ന ഒരു കുളി കുളിക്കുക. ഇഹ്റാമിന്റെ മുമ്പുള്ള കുളി. ഇപ്പൊ വീട്ടിൽ നിന്ന് അത് കുളിക്കുന്ന ആളുകളൊക്കെ നല്ലതുമാണ്. കുളിക്കുമ്പോൾ എന്ത് വേണം? അതിന് നിയ്യത്തോടു കൂടെ കുളിക്കണം. കുളിയുടെ നിയ്യത്ത് തന്നെ ചൊല്ലണം.
അല്ലാതെ വേറെ ഏതെങ്കിലും നിയ്യത്ത് ചെയ്തിട്ട് കാര്യമില്ല. ഉണ്ടോ? കുളിയുടെ നിയ്യത്ത് ചെയ്തുകൊണ്ട് കുളിക്കണം. അപ്പൊ നമ്മൾ കുളിക്കാനുള്ള എല്ലാ റെഡിയായി. സോപ്പ്, എണ്ണ, വെളിച്ചെണ്ണ, താളി, എന്താണോ ശരീരത്തിൽ നിന്ന് അഴുക്ക് കളയാൻ ഉപയോഗിക്കാൻ പറ്റിയത് അതൊക്കെ നല്ല പോലെ തേച്ചുരച്ച് വൃത്തിയായ ഒരു കുളി. ആ കുളി കഴിഞ്ഞ ശേഷം എന്റെ പ്രിയപ്പെട്ടവരെ, യാത്രയുടെ മുമ്പ് യാത്ര പുറപ്പെടുന്ന ആൾ അവന്റെ യാത്രയുടനീളവും അവൻ ബാക്കി വെച്ച കുടുംബം, സ്വത്തുക്കൾ, വീട് ഇവക്കും രണ്ടിനും സംരക്ഷണമായി 2 റക്അത്ത് നിസ്കരിക്കേണ്ടതുണ്ട്. സ്വലാത്തുൽ മുസാഫിർ, മുസാഫിറിന്റെ നിസ്കാരം 2 റക്അത്ത് നിസ്കരിച്ചു. എന്താണ് 2 റക്അത്ത് നിസ്കാരം? ഉസല്ലി സുന്നത്ത് റക്അത്തൈനി മുത്തവജ്ജിഹൻ കഅബത്തി ശരീഫ. അല്ലാഹുവേ, യാത്രയുടെ 2 റക്അത്ത് സുന്നത്ത് ഞാൻ നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ. കുളി കഴിഞ്ഞ് സാധാരണത്തെ പോലെ അവൻ നിസ്കരിക്കാൻ വേണ്ടി നിന്നു. ഔറത്തൊക്കെ മറച്ച് നല്ല പോലെ അല്ലാഹു അക്ബർ. ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ്. കൂടുതൽ സൂറത്ത് ഓതേണ്ട വിവരം അവിടെ പുസ്തകം നോക്കി പഠിക്കാം. 2 റക്അത്ത് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്നിട്ട് അവൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. അല്ലാഹുവേ, ഞാൻ നിന്റെ കഅബ ശരീഫിലേക്ക് പുറപ്പെടുന്നു. ഈ യാത്ര സന്തോഷകരമാക്കണം. ഹദീസിൽ പറഞ്ഞ ദുആ, ആ വാചകം ഉപയോഗപ്പെടുത്തി ദുആ ചെയ്യാൻ സാധിക്കുമോ? അങ്ങനെ ഇല്ലേ, ഹംദും സ്വലാത്തും ചൊല്ലി അവരവർക്ക് അറിയുന്ന ഭാഷയിൽ ദുആ ചെയ്യുക. നിസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്യുക. ദുആകളെല്ലാം കഴിഞ്ഞ ശേഷം യാത്രയപ്പിന് വേണ്ടി വന്നിരിക്കുന്ന ആളുകളുണ്ട്. ആ യാത്രയപ്പിന് വേണ്ടി വന്നിരിക്കുന്ന ആളുകളോട് നേരത്തെ തന്നെ യാത്ര പറയലൊക്കെ സ്വകാര്യങ്ങളൊക്കെ കഴിച്ചിരിക്കണം. വീട്ടിന്റെ കൊലായിൽ വന്നിരുന്നു. അവിടെ കൂടി നിൽക്കുന്ന ആളുകളിൽ മുത്തഅല്ലിമീങ്ങളോ മുഅല്ലിമീങ്ങളോ സാധുക്കളോ ആയ ആളുകളുണ്ടാകും. അവർക്കൊരു ചെറിയ സദക്ക, എല്ലാവർക്കും ഒരു സദക്ക നൽകുക. സദക്ക കഴിഞ്ഞ് അൽ ഫാത്തിഹ ദുആ ചെയ്യും. ദുആ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ കൂടി നിൽക്കുന്ന കുടുംബങ്ങളോട്, അവിടെ യാത്രയപ്പിന് വന്നിരിക്കുന്നവരോട് എല്ലാം ഞാൻ പോയി വരട്ടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, എല്ലാവർക്കും സലാം ചൊല്ലി. യാത്ര പറയുമ്പോൾ ശ്രദ്ധിക്കണം, യാത്രയേക്കാൻ വന്നവരും എന്താണ്, നിങ്ങളും നമ്മളും ഒരുമിച്ച് യാത്ര പറയുമ്പോൾ ഇരു വിഭാഗവും പരസ്പരം പറയൽ നല്ലതാണ്. അസ്തൗദിഉല്ലാഹ ദീനക വ അമാനതക വ ഖവാതീമ അമലിക സവ്വദക തഖ്വാ വ ഗഫറ ദംബക വ യസ്സറ ലകൽ ഖൈറ ഹൈസു കുൻത. ഒരു പ്രത്യേക പ്രാർത്ഥനയാണ്. അറിയുന്നവർ യാത്രയപ്പിന് വേണ്ടി വന്നിരിക്കുന്ന ആളുകൾ ഇങ്ങോട്ടും യാത്ര പോകുന്നയാൾ അങ്ങോട്ടും പരസ്പരം ദുആ ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദീന്, നമ്മുടെ സൂക്ഷിപ്പ് സ്വത്ത്, നമ്മുടെ ആഖിബത്ത്, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിന്റെ പ്രത്യേക സംരക്ഷണവും കാവലും ഉണ്ടാകുന്നതോടൊപ്പം അള്ളാഹു നമുക്ക് തഖ്വ വർദ്ധിപ്പിക്കുകയും ദോഷങ്ങൾ പുറത്തു തരികയും എല്ലാ ഖൈറായ വിഷയങ്ങളിലേക്കും അള്ളാഹു മാർഗങ്ങൾ എളുപ്പമാക്കുകയും ചെയ്യുമാറാകട്ടെ എന്നൊരു പ്രാർത്ഥന പരസ്പരം യാത്ര അയക്കാൻ വന്നവർ ഇങ്ങോട്ടും മറ്റുള്ളവർ അങ്ങോട്ടും. നമുക്ക് എല്ലാവർക്കും അത് അറിയാത്തത് കൊണ്ടാണ് ഒരു ആലിമിനെ വിളിച്ചുകൊണ്ട് ഒരു നല്ല ദുആ നടത്തുന്ന രീതി പഴമക്കാരായ ആലിമീങ്ങൾ നമുക്ക് കാണിച്ചു തന്നത്. 2, വീട്ടിൽ നിന്ന് അവൻ ഇറങ്ങുകയാണ്. ഏതൊരു സ്ഥലത്ത് നിന്നും അങ്ങോട്ട് ഇറങ്ങുമ്പോൾ, പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അകത്തേക്ക് ഇങ്ങോട്ട് കയറുകയാണോ, കഅബത്തിലേക്ക് അങ്ങോട്ട് കയറുകയാണ്, വലത്തേക്കാലാ വെക്കേണ്ടത്. പള്ളിയിലേക്ക് അങ്ങോട്ട് കടക്കുകയാണ്, വലത് കാലാണ് വെക്കേണ്ടത്. വീട്ടിലേക്ക് ഇങ്ങോട്ട് കടക്കുകയാണ്, വലത് കാലാ വെക്കേണ്ടത്. എവിടെ നിന്നാണോ പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങുന്നത്, ഇടത് കാലാ വെക്കേണ്ടത്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ചില പുസ്തകങ്ങളിൽ വലത് ഇടത് തർക്കമുള്ളത് കൊണ്ട് ഞാനതൊന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇടത്തേക്കാലെടുത്ത് വീട്ടിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാം. ഇനി കഅബത്തിലേക്ക് കയറുമ്പോൾ വലത്തേക്കാല് വെക്കാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എല്ലാവർക്കും പഠിക്കാൻ എളുപ്പമുള്ളതാണ്. ബിസ്മില്ലാഹി
തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ദുആ ചെയ്തുകൊണ്ട് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു ചൊല്ലിക്കൊണ്ട് ഇറങ്ങി അങ്ങോട്ട് വാഹനം നിർത്തിയിടത്തേക്ക് നടക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഫാത്തിഹ സൂറത്ത് ഓതി. രണ്ടാമത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതുക. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് ഓതുക. ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതുക. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. വാഹനത്തിൽ കേറി ഇരുന്നു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. വാഹനത്തിൽ ചൊല്ലേണ്ട ദിക്ർ ഏറ്റവും ചെറുത് ചൊല്ലി. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരൽപ്പം ഇങ്ങോട്ട് വാഹനം നീങ്ങിക്കഴിഞ്ഞു. ഇനി നാം മുസാഫിരീങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നു, മുസാഫിരീങ്ങളെ ദുആക്ക് ഉത്തരമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. ഹാജിമാരെ ദുആക്ക് പ്രത്യേകം ഉത്തരമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. ഖൈറായ ഏത് അമലിൽ ഒരുങ്ങുകയാണെങ്കിലും അവർക്ക് പ്രത്യേകം ഉത്തരമുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ഒരുപാട് കാരണങ്ങളെ കൊണ്ട് നമ്മുടെ യാത്രയിലെ ദുആക്ക് അപ്പപ്പോൾ അള്ളാഹു ഇജാബത്ത് നൽകും, അള്ളാഹു ഉത്തരം നൽകും. അത്ര പുണ്യമുള്ള ഒരു യാത്രയിലാണ് നമ്മൾ. വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങിയപ്പോൾ നമ്മെ അനുഗമിച്ച് നമുക്ക് അകമ്പടി സേവിച്ചുകൊണ്ട് മലായികത്തുകൾ നമ്മോടൊപ്പം യാത്ര തുടങ്ങി. നമ്മുടെ കാറിന്റെ 4 ഭാഗത്തും മലക്കുകൾ നിറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അപകടങ്ങളില്ലാതെ ആപത്തുകളില്ലാതെ സന്തോഷകരമായ യാത്ര ഈ വർഷം തന്നെ പോകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. യാത്രാ സംബന്ധമായ രേഖകളെല്ലാം പൂർത്തിയാക്കി നമ്മുടെ കയ്യിൽ കിട്ടി. ബോർഡിംഗ് പാസ് ലഭിച്ച ശേഷം പാസഞ്ചേഴ്സിനെ മാറ്റിയിരുത്തി പ്രത്യേക സ്ഥലത്തേക്ക്. അപ്പൊ ഒരു കാര്യം ചെയ്യാം. ഇഹ്റാമിന്റെ കുളിയല്ലേ കുളിച്ചിട്ടുള്ളൂ അല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇപ്പൊ ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളുണ്ടല്ലോ, ആ വസ്ത്രമൊക്കെ ഒന്നങ്ങ് അഴിച്ചു മാറ്റാം. എന്നിട്ട് ഇഹ്റാമിന്റെ ഒരു അരയുടുപ്പും ഇഹ്റാമിന്റെ ഒരു മേൽത്തട്ടവും ഇത് രണ്ടും മാത്രമാക്കുക പുരുഷന്മാർ. സ്ത്രീകളോ? സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചൊന്നും ഒരുങ്ങാനില്ല. സ്ത്രീകളെ സംബന്ധിച്ച് നേരത്തെ കുളി കഴിഞ്ഞ് അവർ നിസ്കരിക്കാൻ വേണ്ടി ഡ്രസ്സ് ധരിച്ചപ്പോൾ ആ നിസ്കാരത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഡ്രസ്സ് എങ്ങനെയാണ്? ഇതാ, ഷർട്ടിന്റെ ഫുൾ കൈ ഉണ്ടായിരിക്കണം. ആ കൈയിന്റെ ബട്ടൺസ് ഇട്ടാൽ ഇവിടെ കുടുക്കി നിൽക്കണം. സമി അല്ലാഹു ലിമൻ ഹമിദ. കൈ ഇങ്ങോട്ട് താഴ്ന്നു വരുന്നതാണെങ്കിൽ അത് പറ്റില്ല, ഇവിടെ ടൈറ്റ് ആയിട്ട് നിൽക്കണം. ഒന്ന്. മുഖമക്കന ധരിച്ചപ്പോൾ ആ മുഖമക്കന നെറ്റിയിലേക്ക് അല്പം ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കുന്നതും താടിയെല്ലിൽ ഇവിടെ ടൈറ്റായി നിൽക്കുന്നതുമാവണം. മുഖമക്കനയുടെ ഉള്ളിൽ കൂടി മുടി ഇങ്ങോട്ട് പുറത്തേക്ക് വരാൻ പാടില്ല. ആ മുഖമക്കന അല്പം വലിപ്പത്തിലുള്ളതാവണം. മുടിയേക്കാൾ വലിപ്പമില്ലാത്ത മക്കനയായാലോ ഇപ്പോഴത്തെ മഫ്ത ഉണ്ടല്ലോ, മഫ്ത മാത്രമാണെങ്കിൽ മുടി പുറകിലൊക്കെ കാണും. അതുകൊണ്ട് അല്പം കൂടുതൽ നല്ല വലിപ്പമുള്ള മുഖമക്കന. ഇങ്ങനെയാണ് സ്ത്രീയുടെ വസ്ത്രവിധാനം. ഇഹ്റാമിന് വേണ്ടി അവളൊന്ന് പ്രത്യേകം ധരിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ സ്ത്രീകളും പുരുഷന്മാരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാന കാര്യം എന്താണ്? പുരുഷൻ ജഡ്ഡി, ബനിയൻ, ഷർട്ട് ഇങ്ങനെ തുടങ്ങി തുന്നപ്പെട്ട വസ്ത്രങ്ങളൊന്നും പുരുഷന് പാടില്ല. പുരുഷൻ തലമറക്കാനും പാടില്ല, അവന്റേത് കഴിഞ്ഞു. സ്ത്രീയോ? സ്ത്രീ അവളെ മുൻകൈ മറക്കാൻ പാടില്ല, ഈ മുൻകൈന് ഉറയിടാൻ പാടില്ല. അവളുടെ മുഖം ഇഹ്റാമിലായാൽ പിന്നെ മുഖം മറക്കേണ്ടതില്ല. ഇത്ര അവൾ ശ്രദ്ധിക്കേണ്ടത്. കാലിന് ഷോക്സ് ധരിച്ച് അതിനോട് യോജിച്ച ചെരുപ്പും ധരിച്ചാൽ അവളെ കാര്യം സുരക്ഷിതമായി. പുരുഷന്മാർക്കോ? പുരുഷന്മാർക്ക് ഷൂ ധരിക്കാൻ പറ്റില്ല. വാച്ച് കെട്ടാം, മോതിരം ഉണ്ടെങ്കിൽ ധരിക്കാം, അതിനൊന്നും കുഴപ്പമില്ല. പിന്നെ ഹജ്ജിന് പോകുന്ന സ്ത്രീകൾ ചോദിച്ചു, ആഭരണം ധരിക്കാൻ പറ്റുമോ ഉസ്താദേ? ആഭരണമൊന്നും നിങ്ങൾ ധരിക്കണ്ട, ഇൻഷാ അല്ലാഹ്.
മക്കത്ത് ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ മാർക്കറ്റുണ്ട്. ആ മാർക്കറ്റ് തുടങ്ങുന്നത് തന്നെ ഒരു സ്വർണ്ണക്കടയാണ്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് നല്ലത് നോക്കിയിട്ട് വാങ്ങാം. അപ്പൊ അതുകൊണ്ട് ആർഭാടത്തോടുകൂടെ വളരെ ആഭരണങ്ങളൊക്കെ ധരിച്ചുകൊണ്ടല്ല ഹജ്ജിന് പോകേണ്ടത്. അപ്പൊ പുരുഷന്മാരിപ്പോ എന്തായി, വിമാനത്തിന്റെ യാത്ര ഉറപ്പിച്ച സ്ഥിതിക്ക് ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടി റെഡിയായ മുറക്ക് അവർ എന്ത് ചെയ്യുക, അരയുടുപ്പ് ധരിച്ചു. ഞാൻ അരയുടുപ്പ് ധരിക്കുമ്പോൾ ഒറ്റ കാര്യം ശ്രദ്ധിക്കേണ്ടതുള്ളൂ. എന്താണ്? എന്റെ പോലെ കുറച്ച് പള്ളയൊക്കെ ഉള്ള ആളാണെന്ന് വെക്കാം. അങ്ങനെ ഉണ്ടാവില്ല ചില ആളുകൾ. അപ്പൊ അവരുടെ അരമുണ്ട് ഫാൻസ് ഇട്ട് പരിചയമുള്ളവരായിരിക്കും അധിക പേരും. അപ്പൊ അവർക്ക് തുണി ഉടുത്ത് പരിചയം കുറയും. അപ്പൊ സ്വാഭാവികമായും തുണി ഉടുത്താലും ഈ അതിർത്തിക്ക് എന്താ പറയാ, ഈ ചെക്ക് പോസ്റ്റിന്, ഈ ചെക്ക് പോസ്റ്റിന്റെ താഴെ ആയിപ്പോയാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം മാ ബൈന സുറത്തി വർ റുക്ബത്തി, മുട്ടിന്റെയും പുക്കളിന്റെയും ഇടക്കുള്ള സ്ഥലം ഔറത്താണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നല്ലൊരു അമലിന് വേണ്ടി പോകുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോകാൻ കാരണമാകും. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം, പുക്കളിന് മീതെയാണ് തുണി ഉടുത്തിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തണം. അപ്പോ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ ഈ വക കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നഷ്ടം സംഭവിക്കും. ഹജ്ജിന്റെ നിബന്ധനകൾ പഠിപ്പിച്ചതാണ്. അതിനെന്ത് വേണം? ഔറത്ത് മറക്കണം നിർബന്ധമായി. പുരുഷന്മാർ ഔറത്ത് മറക്കുമ്പോൾ എന്താണ് വേണ്ടത്? അതിനാണ് ഇസ്ലാം അനുവദിച്ചത്. ഒരാൾക്ക് തുണി ഇങ്ങനെ നിൽക്കുന്നതിന് വേണ്ടി ബെൽറ്റ് കെട്ടിക്കൂടെ? ആവാം. ഒരു ചരട് കെട്ടിക്കൂടെ? ആവാം. ഒരു പണം ഇങ്ങനെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിട്ട് അങ്ങനെ ഉണ്ടല്ലോ ഒരു ഇത് കെട്ടല്, എന്താ അതിന് പറയാം, അത് കെട്ടിക്കൂടെ? ആവാം. അങ്ങനെ അരയുടുപ്പ് ശരിപ്പെടുത്തിയാൽ ഒരു മേൽത്തട്ടം എന്ന് പറയുമ്പോ ആളുകൾ പലരും വിവരമില്ലാതെ അബദ്ധത്തിൽ പെട്ടുപോകുന്നത് കൊണ്ട് ഞാനത് കാണിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കുക. ഈ തലപ്പാവ് നമ്മൾ രണ്ടാമത്തെ മുണ്ട്, ഒരു മുണ്ട് കൊടുത്തില്ലേ, ആ രണ്ടാമത്തെ മുണ്ട് ഇങ്ങനെ സാധാരണ നമ്മൾ ചുമലിലിടുന്നത് പോലെ, പുരുഷന്മാർ സാധാരണ ചുമലിലിടുന്നത് പോലെ ഇങ്ങനെ അങ്ങോട്ട് രണ്ട് ചുമലിനും ഇട്ടു. എന്നിട്ടോ വലഭാഗത്ത് നിന്ന് എടുത്തിട്ട് ഇടത്തെ ചുമലിലേക്ക് ബിസ്മില്ലാഹ് കഴിഞ്ഞു. ഇപ്പൊ ഞാൻ ഇഹ്റാമിലാണ്. ഇഹ്റാമിൽ നിൽക്കുന്ന എന്റെ ശരീരത്തിൽ എന്തേ ഉള്ളൂ? എന്റെ ശരീരത്തിൽ കുപ്പായം ഉണ്ടാകൂല, ബനിയൻ ഉണ്ടാകൂല, ജഡ്ഡി ഉണ്ടാകൂല, തൊപ്പി ഉണ്ടാകൂല. ഏത് മാത്രമേ ഉണ്ടാകുള്ളൂ? ഒരു അരയുടുപ്പാകുന്ന തുണിയും ഈ മേൽത്തട്ടവും മാത്രം. ഇതാണ് പുരുഷന്റെ വേഷം. സ്ത്രീയുടെ മുഖമക്കനെയൊക്കെ നല്ലപോലെ ഇട്ട്, മുൻകൈയൊക്കെ ഇവിടെയൊക്കെ കുപ്പായത്തിന്റെ ബട്ടൺസ് ഒക്കെ ടൈറ്റായി, കാലിൽ ഒരു ഉറയും ധരിച്ചു, ഷോക്സ് ധരിച്ചു. എന്നിട്ട് സ്ത്രീ നിൽക്കുന്നു. അവളുടെ ഏതെങ്കിലും ഭാഗം കാണുന്നുണ്ടോ? ഇല്ല. പിന്നെ സ്ത്രീ അപ്പോൾ മുഖത്ത് തൂക്കിയിടുന്ന ആ മുഖമറ ഇഹ്റാമിൽ മാത്രം വേണ്ട. ഇഹ്റാമിലേക്ക് കടക്കുമ്പോൾ അത് ഒഴിവാക്കി വെക്കണം. കഅബ ശരീഫിന് നഗ്നമായ കണ്ണുകളെ കൊണ്ട് കാണാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. വസ്ത്രമൊക്കെ റെഡിയായി. ഇനി ഈ ഇഹ്റാമിലേക്ക് ഉദ്ദേശിച്ചുകൊണ്ട് എയർപോർട്ടിൽ നിന്ന് സാധിച്ചാൽ അവിടെ വെച്ചുകൊണ്ട് ഒരു 2 റക്അത്ത് നിസ്കരിക്കണം. ഇനിയാണ് നിസ്കാരം. എന്താ നിസ്കാരം? ഇഹ്റാമിന്റെ 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു. അല്ലാഹു അക്ബർ. ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഒന്നാമത്തെ റക്അത്ത്. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ്. 2 റക്അത്ത് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് നമ്മൾ നേരെ പുറപ്പെടുന്നു വിമാനത്തിലേക്ക്. എല്ലാരും വിമാനത്തിലെത്തി, ഇരുന്നു, പുറപ്പെടും എന്ന് ഉറപ്പായി. ആരാണോ സംഘത്തിന്റെ അമീർ, SYSലാണെങ്കിൽ SYS അമീർ ആ ചാർട്ടേഡ് ഫ്ലൈറ്റിന്റെ എയർ ഹോസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്നും ആ മൈക്ക് ഇങ്ങോട്ട് വാങ്ങിയിട്ട് നിങ്ങൾക്ക് നിയ്യത്ത് ചൊല്ലിത്തരും. ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരുമിച്ചാണ് പോകുന്നതെങ്കിൽ. എന്തുകൊണ്ട്? വിമാനം പുറപ്പെട്ടു എന്ന് ഉറപ്പാകുമ്പോഴാണ് നമുക്ക് നിയ്യത്ത് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിലോ ചിലപ്പോ നമ്മുടെ എയർ ഇന്ത്യ ഒക്കെ ആണെങ്കിൽ ചിലപ്പോ ഇന്ന് പോകാൻ വിചാരിച്ചാൽ മറ്റന്നാളെ പോകാൻ സാധിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? ഇഹ്റാമിൽ നമ്മൾ പ്രവേശിച്ചു, ഇനി ഒഴിവാക്കാൻ പറ്റും? ഇഹ്റാം തുടങ്ങിയ ആളെ ഇത് ഇങ്ങോട്ട് ചുറ്റിയ ആള് ഇങ്ങോട്ട് തന്നെ ചുറ്റിയ ഇഹ്റാം ഒഴിവാകും? ഇല്ല. അപ്പൊ അതുകൊണ്ട് യാത്ര ഉറപ്പിക്കണം. എയർപോർട്ടിൽ ബോർഡിംഗ് പാസ് കിട്ടിയിട്ടാവാം നിയ്യത്ത് നിസ്കരിച്ചു കഴിഞ്ഞ് ഇരുന്നോട് തന്നെ നിയ്യത്ത് ചെയ്യാം. വിമാനത്തിൽ കയറിയിട്ടാവാം. ഏതായാലും
നിസ്കാരം കഴിഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക സ്വന്തമായി. ആ പ്രാർത്ഥന കഴിഞ്ഞ് ഇതാ നമ്മൾ നിയ്യത്തിലേക്ക് കടക്കുന്നു. എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? നമ്മുടെ കേരളത്തിൽ നിന്ന് ഹജ്ജിന് പോകുന്ന ആളുകളെല്ലാം ഹജ്ജിന്റെ കുറച്ച് മുൻപ് നേരത്തെ തന്നെ പുറപ്പെടുന്നത് കൊണ്ട് ആദ്യം ഉംറയും പിന്നെ ഹജ്ജും ചെയ്യുക എന്ന തമത്തുഇന്റെ രീതിയാണ് സ്വീകരിച്ചു വരാറുള്ളത്. ആദ്യം ഉംറ ചെയ്യുന്നു, പിന്നെ നാളുകൾ കഴിഞ്ഞ ശേഷം ഏത് ചെയ്യുന്നു? ഹജ്ജ് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മളിപ്പോൾ കുളിച്ചതും നമ്മളിപ്പോൾ ഇഹ്റാം ചെയ്യുന്നതുമൊക്കെ ഏതിനാണ്? ഉംറക്കാണ്. എന്താണ് ഉംറയും ഹജ്ജും തമ്മിലുള്ള വ്യത്യാസം? ഉംറ ചെറിയ ഹജ്ജ്, ഹജ്ജോ വലിയ ഹജ്ജ്. എന്താ ചെറുതും വലുതുമാകാൻ വ്യത്യാസം? ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ. ചെറിയ പെരുന്നാൾ ആകെ എത്ര ദിവസം? ഒരു ദിവസം കഴിഞ്ഞു. വലിയ പെരുന്നാളോ? വലിയ പെരുന്നാൾ കഴിവുണ്ടെങ്കിൽ 7 ദിവസമാണ്, അല്ലെങ്കിൽ 3 ദിവസം എന്തായിരുന്നു എന്ന പോലെ. ഉംറ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് പുറപ്പെട്ടു, കഅബൻ തവാഫ് ചെയ്തു, സഫാ മർവയിൽ സഅയ് ചെയ്തു, മുടിയെടുത്തു, 2 മണിക്കൂർ കൊണ്ട് അവിടെ എത്തിയാൽ ഏത് തീർന്നു? ഉംറ തീർന്നു. ഹജ്ജോ? ഹജ്ജ് ദുൽഹജ്ജ് 8-ന് മാത്രം, 9-ന് മാത്രം, 10-ന് മാത്രം, 11-ന് മാത്രം, 12-ന് മാത്രം, 13 കൂടിയ ഒരാഴ്ച കൊണ്ട് കഅബത്തിന്റെ അടുത്ത് അവിടെ നിന്ന് പുറപ്പെട്ടുകൊണ്ട് മിനയിൽ നിന്ന് പുറപ്പെട്ട് അറഫയിൽ നിന്ന് പുറപ്പെട്ട് മുസ്ദലിഫയിൽ നിന്ന് തിരിച്ച് മിനയിലെ താമസങ്ങൾക്ക് ശേഷം അവിടുത്തെ കല്ലേറ്, തവാഫ്, സഅയ് ഇതെല്ലാം കഴിഞ്ഞ് ഒരാഴ്ച കൊണ്ടോ 5 ദിവസം കൊണ്ടോ ഒക്കെ മാത്രം വർഷത്തിൽ ഒരിക്കൽ മാത്രം ചെയ്യാവുന്ന ഒരു പുണ്യകർമ്മമാണ് പരിശുദ്ധമായ ഹജ്ജ്. അത് വലുതാണ്, ഇത് ചെറുതാണ്. അപ്പൊ നമ്മൾ ഈ യാത്രയിൽ ഫറളായ ഹജ്ജിന് പോവുകയാണ്. എയർപോർട്ടിൽ വെച്ചുകൊണ്ട് നാം ആദ്യം ചെയ്യുന്നത് ഫറളായ ഉംറയാണ്. ഉംറയ്ക്ക് വേണ്ടി നിയ്യത്ത് ചെയ്യുന്നു. നബയിത്തുൽ ഉംറത വഅഹ്റംതു ബിഹാ ലില്ലാഹി തആല ലബ്ബൈക അല്ലാഹുമ്മ ബിഉംറത്തിൻ ലബ്ബൈക لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك اللهم لك أحرم نفسي وشعري وبشري ولحمي ودمي. വല്ലാത്തൊരു പ്രാർത്ഥനയാണത്, വല്ലാത്ത ഭക്തിസാദരമായ പ്രാർത്ഥനയാണത്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നാം മരിച്ചു പോകുമ്പോൾ നമ്മെ മറ്റൊരാൾ കുളിപ്പിച്ചു, നല്ലപോലെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് എത്ര ഡ്രസ്സ് തരും നമുക്ക്? 3 കഷ്ണം തുണി അല്ലേ? ഇപ്പോഴോ നമ്മൾ നല്ലപോലെ സ്വന്തം ഒന്ന് കുളിച്ചു, എത്ര തുണിയാ ഉള്ളത്? 2 തുണി. ഇത് നമ്മുടെ മനസ്സിനെ ചിന്തിപ്പിക്കുന്ന വിഷയമാണ്. ഇത് നമ്മെ ആത്മീയമായി നല്ലപോലെ ഒന്ന് തട്ടി ഉണർത്തുന്ന വിഷയമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹജ്ജിന് പുറപ്പെടുന്ന ആളുകൾ ഒരു നിശ്ചിത പരിധിക്കപ്പുറത്ത് നിശ്ചയിച്ചിരിക്കുന്ന മീഖാത്തുണ്ട്. ആ മീഖാത്തിൽ എത്തുന്നത് ഇഹ്റാമിന്റെ വേഷത്തിൽ മീഖാത്തിൽ വിട്ടുകിടക്കണം. ഇഹ്റാമില്ലാതെ ഒരാൾ കഅബ ശരീഫിലേക്ക് എത്തിയാൽ അത് വളരെ കൂടുതൽ അപകടമുള്ള വിഷയം ആണ്. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് നിന്ന് വിമാനത്തിൽ പോകുന്ന ആളുകൾ വിമാനം കുറെ ദൂരെ യാത്ര ചെയ്ത് യലംലം എന്ന സ്ഥലത്തിന്റെ നേർക്കെത്തുമ്പോൾ യഥാർത്ഥത്തിൽ അപ്പോഴാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ വിമാനത്തിൽ കയറി ഉറങ്ങി, അറിയാതായി അങ്ങനെ ഇഹ്റാമിന്റെ സ്ഥലം വിട്ടുപോയാലോ ആകെ അപകടമായി പോകും. ഇഹ്റാമിന്റെ സ്ഥലം വിട്ടുപോയാൽ ഹജ്ജുമായി ബന്ധപ്പെടുന്നതിന് മുമ്പ്, ഉംറയുമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് തിരിച്ചു വന്നിട്ട് വീണ്ടും ഇഹ്റാം ചെയ്യണമെന്നാണ്. നമ്മൾ ഇഹ്റാം ചെയ്തിട്ടില്ല ഒരാളെന്ന് പറഞ്ഞാൽ വിമാനം തിരിച്ചു വിടുവോ ഇങ്ങോട്ട്? പറ്റില്ല. അതുകൊണ്ടാണ് നേരത്തെ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് നമ്മൾ ഇഹ്റാം ചെയ്യുന്നത്. ഇഹ്റാമിന്റെ നിയ്യത്ത് ചൊല്ലുമ്പോൾ എല്ലാവരും മനസ്സിലാക്കണം. ചിലപ്പോൾ പ്രായം കൂടിയ ആളുകൾ ഹജ്ജിന് വരുന്ന കൂട്ടത്തിലുണ്ടാകും. ആ പ്രായം കൂടിയ ആളുകൾ വരുമ്പോൾ വളരെ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു, ഇതാ ഇഹ്റാം ചെയ്യുകയാണ്, നിയ്യത്ത് ചെയ്യുക, ഇഹ്റാം കെട്ടുക, ഇഹ്റാം കെട്ടുക എന്നാ പറയില്ലേ നമ്മൾ സാധാരണ അല്ലേ? ഹജ്ജിന് ഇഹ്റാം കെട്ടുക എന്നല്ല പറയുന്നത്, അതൊരു പ്രയോഗമാണ്. അത് എഴുത്തിക്കാഫി ഇരിക്കുക എന്ന് പറഞ്ഞാൽ മതി. എഴുത്തിക്കാഫിൽ നടന്നാലും മതി, എഴുത്തിക്കാഫിൽ കിടന്നാലും മതി. അത് ചില വാക്കുകൾക്കൊക്കെ അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. ആ കെട്ടൽ എന്താണ്? നമ്മൾ കുളിച്ചു,
ഡ്രസ് മാറ്റി ഇനി നിയ്യത്ത് ചെയ്യുന്നു. ഒന്നാമത്തെ ഫർള് നിയ്യത്താണ്. ഉംറയാണെങ്കിൽ 4 ഫർളുകളാണുള്ളത്. 1 ഇഹ്റാം ചെയ്യുക, 2 തവാഫ് ചെയ്യുക, 3 സഫാ മർവയിൽ സഅയ് ചെയ്യുക, 4 പുരുഷനാണെങ്കിൽ മുടി കളയുകയോ മുറിക്കുകയോ ചെയ്യുക, സ്ത്രീ മുടി മുറിക്കുക. 4. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മൾ വീട്ടിൽ നിന്നിറങ്ങി ഇഹ്റാം ചെയ്ത് നേരെ പോകാനൊരുങ്ങുമ്പോൾ ഇഹ്റാമിനെ നിയ്യത്ത് ചെയ്ത ഉടനെ അല്ലാഹുവിനോട് ഒരു പ്രാർത്ഥനയാണ്. എന്താണ് ആ പ്രാർത്ഥന? അല്ലാഹുമ്മ ലക ഉഹദ്ദിമു ശഅരി നബൈത്തുൽ ഉംറത. അല്ലാഹുവേ, ഞാൻ പരിശുദ്ധ കഅബ ശരീഫിലേക്ക് ഉംറ ഇദാ നിയ്യത്ത് ചെയ്തിരിക്കുന്നു. വഅഹ്റംതു ബിഹാ, ഞാൻ അതുകൊണ്ട് ഇഹ്റാം ചെയ്തു. എന്റെ കണ്ണും കാതും കരളും എന്റെ രോമങ്ങളും എന്റെ ത്വലിയും എന്റെ മാംസവും എന്റെ മജ്ജയും എല്ലാം നിന്റെ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുകയാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അല്ലാഹുമ്മ ലക ഉഹദ്ദിമു നഫ്സി വശഅരി വബശരി വലഹ്മി വദമി. അല്ലാഹുവേ, എന്റെ മാംസം, എന്റെ മജ്ജ, എന്റെ ത്വലി, എന്റെ രോമങ്ങൾ, ശരീരമാ സകലം ഇഹ്റാമിൽ പ്രവേശിച്ചു. ഇതെല്ലാം നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണമേ എന്ന അർത്ഥസാരമടങ്ങുന്ന, എന്ന ആശയം അടങ്ങുന്നതാണ് പ്രിയപ്പെട്ട മുഅ്മിനുകളെ ആ നിയ്യത്തും പ്രാർത്ഥനയും. അല്ലാഹു നമുക്ക് സൗഭാഗ്യം നൽകുമാറാവട്ടെ. ഇനി ഹാജിമാരുടെ നാവിൽ നിന്ന്, ഹജ്ജുമ്മമാരുടെ നാവിൽ നിന്ന് പ്രധാനമായും വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ദിക്ർ തൽബിയത്ത് എന്ന ദിക്റാണ്. എന്താ ദിക്ർ എന്ന് പറയാ? തൽബിയത്ത്. എന്താ തൽബിയത്ത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ഇതാണ് തൽബിയത്ത്. ഈ തൽബിയത്ത് ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം ചെയ്ത പ്രത്യേക സമയത്ത് മാത്രമേ അത് ചൊല്ലേണ്ടതുള്ളൂ. ഇപ്പൊ നമ്മൾ ഉംറയുടെ ഇഹ്റാമിലാണ്. ഇഹ്റാം ചെയ്ത ഉടനെ ലബ്ബൈക ചൊല്ലുക. ലബ്ബൈക ചൊല്ലുമ്പോൾ എന്ത് വേണം? ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളും ഒരു വേഷം, ഒരു ഭാഷ, ഒരു ഇമാമ്, ഒരു നേതാവ്, ഒരു ഭരണഘടന, ഒരു കഅബ ശരീഫ്. കണ്ടോ, എല്ലാവരും ലക്ഷ്യം വെച്ചത് കഅബത്തിനെയാണ്. എല്ലാവരും ഇമാമാക്കിയത് റസൂലുള്ളാഹിയാണ്. എല്ലാവർക്കും ഭരണഘടന വിശുദ്ധ ഖുർആനാണ്. എല്ലാവരും സംസാരിക്കുന്നത് കണ്ടോ, ഒറ്റ ഭാഷ, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. തൊഴിലാളിയും മുതലാളിയും അറബിയും അനറബിയും ഒറ്റ വേഷം, ഒരരയുടുപ്പ്, ഒരു മേൽത്തട്ടം. കണ്ടോ നിങ്ങൾ, എല്ലാവരും പുറപ്പെടുന്നു. നമ്മുടെ വിമാനത്തിൽ വെച്ചുകൊണ്ട് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക തൽബിയത്ത് ചൊല്ലുമ്പോൾ ആ തൽബിയത്ത് ഒരു പ്രാവശ്യം ചൊല്ലി, രണ്ടാമതും ചൊല്ലി, മൂന്നാമതും ചൊല്ലി, 3 എണ്ണം തുടർച്ചയായി ചൊല്ലലാണ് അദബ്. 3 കഴിഞ്ഞാൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അത്തഹിയാത്തിൽ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തില്ലേ, ആ സ്വലാത്ത് ഒന്ന് ചൊല്ലി. എന്നിട്ടോ ആ സ്വലാത്തിന്റെ കൂടെ സലാം ഇല്ലാത്തതുകൊണ്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു റസൂലുള്ളാഹിക്ക് ഒരു സലാമും ചൊല്ലി. ഇത് 3ഉം കഴിഞ്ഞു. തൽബിയത്ത് ചൊല്ലി, സ്വലാത്ത് ചൊല്ലി, സലാം ചൊല്ലി. എന്നിട്ട് അല്ലാഹുവിനോട് 4 കാര്യങ്ങൾ ദുആ ചെയ്യണം. 4 കാര്യങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹു അപ്പോൾ സ്വീകരിക്കുന്ന ദുആയാണ് കേട്ടോ. ഹാജിമാർ ചെറുതായി കണ്ടാ പറ്റില്ല, അശ്രദ്ധവാന്മാരായ പറ്റില്ല. എന്താണ്? അല്ലാഹു തആലയുടെ അടുക്കലേക്ക് മനസ്സും ശരീരവും എല്ലാം നീക്കിവെച്ചു. കുടുംബത്തിന്റെ ഓർമ്മ, കൂട്ടുകാരുടെ ഓർമ്മ, ബിസിനസ് കച്ചവടത്തിന്റെ ഓർമ്മ, ഇതിൽ നിന്നൊക്കെ നമ്മൾ വിട്ടു. പൂർണ്ണമായും കഅബ ശരീഫിലേക്ക് ലയിച്ചു കഴിഞ്ഞു. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ചൊല്ലുന്നതോടുകൂടെ അവിടെ പ്രിയപ്പെട്ടവരെ 4 കാര്യം. 1, അല്ലാഹുവിന്റെ തൃപ്തി. അല്ലാഹുവിന്റെ പൊരുത്തവും തൃപ്തിയുമല്ലേ നമ്മുടെ ആവശ്യം? അല്ലാഹുവിന്റെ തൃപ്തി ചോദിക്കുക. തൃപ്തിപ്പെട്ട ആളുകൾക്ക് അല്ലാഹു കൊടുക്കുന്ന സ്വർഗം എനിക്കും തരണേ. അല്ലാഹുവിന്റെ തൃപ്തിയെ ചോദിക്കുക, തൃപ്തിപ്പെട്ടവർക്ക് നൽകുന്ന സ്വർഗം ചോദിക്കുക.
അള്ളാഹുവിന്റെ ദേഷ്യം അത് നമുക്ക് കിട്ടാതിരിക്കാൻ കാവലിനെ ചോദിക്കുക. ദേഷ്യപ്പെട്ടവർക്ക് കൊടുക്കുന്ന നരകം അത് തരല്ലേ. ഇതാണ് 4 കാര്യം. അത് 4ഉം ഉൾപ്പെടുത്തിക്കൊള്ള പ്രാർത്ഥന. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വഅഊദു ബിക മിൻ സുഖ്തിക വന്നാർ. ഹദ്ദാദിന്റെ ശേഷം നമ്മുടെ പള്ളികളിലൊക്കെ ദുആ ചെയ്യുന്നില്ലേ? അല്ലാഹുമ്മ ഇന്നാ നസ്അലുക റിളാക വൽ ജന്ന വനഊദു ബിക മിൻ സുഖ്തിക വന്നാർ. അല്ലാഹുവേ, നിന്റെ തൃപ്തിയും തൃപ്തിപ്പെട്ടവർക്ക് നൽകുന്ന സ്വർഗവും ഞങ്ങൾക്ക് തരണേ. അല്ലാഹുവേ, നിന്റെ ദേഷ്യവും ദേഷ്യപ്പെട്ടവർക്ക് കൊടുക്കുന്ന നരകവും ഞങ്ങൾക്ക് തരല്ലേ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ ഒരേ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയിൽ നിന്ന് വിമാനം പുറപ്പെട്ടു. ഇന്ത്യയിൽ നിന്ന് എവിടെ നിന്നെല്ലാം പുറപ്പെട്ടു? കരിപ്പൂരിൽ നിന്ന്, നെടുമ്പാശ്ശേരിയിൽ നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന്, ഹൈദരാബാദിൽ നിന്ന്, ഡൽഹിയിൽ നിന്ന്, ബോംബെയിൽ നിന്ന്, എല്ലാ ഭാഗത്തു നിന്നും പുറപ്പെട്ട വിമാനത്തിലെ ഹാജിമാർ. ഇന്തോനേഷ്യയിൽ നിന്ന്, അതുപോലെ തന്നെ ഈജിപ്തിൽ നിന്ന്, അതുപോലെ തന്നെ സിംഗപ്പൂരിൽ നിന്ന്, അറബ് രാജ്യങ്ങളിൽ നിന്ന്, മധ്യേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന്, പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന്, മധ്യധരണിയായുടെ അപ്പുറവും ഇപ്പുറവുമുള്ള രാജ്യങ്ങളെ പൗരസ്ഥരെന്നും പാശ്ചാത്യരെന്നും വേർതിരിക്കുമ്പോൾ എല്ലാ ഭാഗത്തുമുള്ള മുസ്ലിമീങ്ങൾ കഅബ ശരീഫിലേക്ക് പുറപ്പെടുന്ന വിമാനത്തിൽ കയറിക്കൊണ്ട് അവരെല്ലാവരും ചൊല്ലുന്നു ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. السلام عليك أيها النبي ورحمة الله وبركاته. اللهم إنا نسألك رضاك والجنة ونعوذك من سخطك والنار. ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ ഹൃദയത്തിന്റെ അന്തർഭാഗത്തു നിന്ന് അചഞ്ചലമായ വിശ്വാസത്തിന്റെ ഭാഗമായി ഈ പ്രാർത്ഥന നടത്തുമ്പോൾ സാധുക്കളായ അറിവ് കുറഞ്ഞ ഈമാൻ കുറഞ്ഞ നമ്മുടെ പ്രാർത്ഥനയും ആ കൂട്ടത്തിലിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങ് സ്വീകരിച്ചെങ്കിൽ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അതിനുള്ള മനസ്സ്, അതിനുള്ള ശുദ്ധി, അതിനുള്ള ഒരുക്കം, അതിനുള്ള മുൻ ഒരുക്കം അത് നടത്താനാണ് ഈ ക്ലാസ് ഇത്രയും നിങ്ങൾ വിശദീകരിച്ചത്. വെറുതെ കഅബ ശരീഫിലേക്ക് ഓടിച്ചെന്നതുകൊണ്ട് കാര്യമില്ല. നമ്മൾ കഅബം ടൂറ് പോവുകയല്ല. കഅബൊക്കെ ഒന്ന് കണ്ട് തിരക്കേടില്ല, നല്ല ബിൽഡിംഗാണ്. മദീനത്തൊക്കെ ഒന്ന് എന്നപ്പോ നല്ല ഉഷാറുള്ള ബിൽഡിംഗ്, അത് ഇങ്ങനെ വേണ്ടത് തന്നെ. അതിന് പോവുകയാണോ? നമ്മൾ പാർക്ക് കാണാൻ പോവുകയാണോ? നമ്മൾ വേറെ ഏതെങ്കിലും ടൂർ പോവുകയാണോ? അല്ല. പിന്നെയോ അല്ലാഹു തആല നമ്മെ സ്വർഗത്തിലേക്ക് തെരഞ്ഞെടുക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ പേരും ഉൾപ്പെടുത്തി സ്വർഗത്തിലേക്ക് നമ്മെ ആനയിക്കുന്നതിന് വേണ്ടിയുള്ള ഇബാദത്ത് യാത്രയാണ് ഹജ്ജ്. ഇബാദത്ത് യാത്രയാണ് ഹജ്ജ്. ഇനിയോ ആ തൽബിയത്ത് ചൊല്ലി ഇനിയും ചൊല്ലുക തൽബിയത്ത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്. പക്ഷെ ഒരു കാര്യം, നമ്മുടെ വിമാനത്തിൽ 2 പേര് അടുത്തിരിക്കുക, നിങ്ങൾ 2 പേര്. അപ്പൊ സ്വാഭാവികമായും നമുക്ക് ചിലതൊക്കെ സംസാരിക്കാനുണ്ടാകും. ഗീബത്തും നമീമത്തും കള്ളത്തരങ്ങളും കുഴപ്പങ്ങളും അല്ലാത്തത് സംസാരിച്ചുകൂടെ ആവാം. പക്ഷെ അത് എന്തിനു പറ്റില്ല? നമ്മുടെ ഈ ലബ്ബൈക്കയുടെ ഇടക്ക് സംസാരിക്കരുത്. അതൊരു അദബുകേടാണ്. എങ്ങനെ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്. അല്ല, പിന്നെ നിങ്ങളെ യാത്രയാക്കാൻ മറ്റാളുകളൊക്കെ വന്നിരുന്നില്ലേ? ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്. പിന്നെ മറ്റോളെ ആ കേസ് എന്തായി? എന്താ കാര്യം? നമുക്കൊപ്പം വിശുദ്ധ ഖുർആനിന്റെ പാരായണ സമയത്ത് ലബ്ബൈക ചൊല്ലുന്ന സമയത്ത് മറ്റൊരു സംസാരം ഇടക്ക് കയറി വരുന്നത് വളരെ ശ്രദ്ധിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. അതെന്താ കാര്യം? നമ്മൾ ചൊല്ലുമ്പോൾ നമുക്കൊപ്പം മലക്കുകളുമുണ്ട്. നമുക്കൊപ്പം മലക്കുകളും ചൊല്ലുന്നു. നമ്മുടെ പ്രതിഫലം മലക്കൾ റെക്കോർഡാക്കുന്നു. ഇതിനെല്ലാം പുറമേ നമ്മൾ ദിക്ർ ചൊല്ലുമ്പോൾ, നമ്മൾ ഖുർആൻ ഓതുമ്പോൾ, നമ്മൾ ലബ്ബൈക ചൊല്ലുമ്പോൾ അല്ലാഹു തആല സന്തോഷിക്കുകയാണ്. അല്ലാഹുവിന്റെ അടുത്ത് കോടാനുകോടി മലക്കുകളുണ്ട്. ആ മലക്കുകളെ വിളിച്ചിട്ട് അല്ലാഹു തആല പറയുന്നു, മലക്കുകളെ, നിങ്ങളല്ലേ പറഞ്ഞത് എന്തിനാണ് ആദം നബിന്റെ മക്കളെ പടച്ചത് എന്ന്? കണ്ടോ, എന്റെ അടിമകൾ കണ്ടോ ഏത് വിമാനത്തിലാണ് ഹാജിമാരില്ലാത്തത്? നിങ്ങൾ മക്കത്തേക്ക് നോക്കൂ, നിങ്ങൾ മദീനയിലേക്ക് നോക്കൂ,
നിങ്ങൾ നോക്കൂ, എന്റെ ജനങ്ങൾ കണ്ടില്ലേ, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അള്ളാഹു സന്തോഷിക്കുന്നു, മലക്കുകൾ സന്തോഷിക്കുന്നു, ഒരു ബറ്റാലിയൻ മലക്ക് നമ്മളൊപ്പം യാത്ര അനുഗമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് നമ്മൾ അവരൊക്കെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. പിന്നെ മറ്റുള്ള തെറ്റ് നന്നായി ഒഴി പോരുമ്പോ ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്, മറ്റോൻ തരാനുള്ള പൈസ തന്നാ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. അങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് അങ്ങനെയുണ്ട്. ഇബാദത്തിന് ഒരുങ്ങുമ്പോ അപ്പോഴാണ് ആവശ്യമില്ലാത്ത കുറെ കാര്യം ഓർമ്മ വരും. നിങ്ങൾ നോക്കൊണ്ടു, നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ എങ്ങനെയാണ്? നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ സ്റ്റേഷനിൽ വണ്ടി എന്നാ മതി. റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പൊ പോയി നോക്കുന്നത്, ട്രെയിൻ ഇല്ലാത്ത സമയത്താണെങ്കിൽ ശാന്താണ് അവിടെ, അല്ലെ? ട്രെയിൻ ഇങ്ങോട്ട് വന്നു എന്ന് കണ്ട എല്ലാവരും ഇളകി, ചായ ചായ, കാപ്പി കാപ്പി, മനോരമ മനോരമ, അതിർഭൂമി, സിറാജ് എല്ലാവരും ഇളകി. വണ്ടി അങ്ങ് പോയി കഴിഞ്ഞാൽ അവന്മാരെല്ലാം ശാന്തരായി, അല്ലേ? എന്ന പോലെ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടിയൊക്കെ പോയാൽ, നിസ്കരിക്കാൻ വേണ്ടി പോയി ഒരു കുഴപ്പമില്ല, ഒതുവൊക്കെ ചെയ്ത് അള്ളാഹുവിന്റെ മുന്നിൽ അല്ലാഹു അക്ബർ, സ്റ്റേഷനിൽ വണ്ടി നിർത്തി. അപ്പൊ നമ്മളെ മനസ്സ് ഇങ്ങനെ ചായ ചായ, കാപ്പി കാപ്പി, മനോരമ മനോരമ, അല്ലേ? അപ്പൊ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പല കാര്യങ്ങളും, ദിക്ർ ചൊല്ലുമ്പോ, സ്വലാത്ത് ചൊല്ലുമ്പോ, ഖുർആൻ ഓതുമ്പോ അപ്പോഴൊക്കെയാണ് ഇതൊക്കെ ഓർമ്മ വരുന്നത്. ഓർമ്മ വന്ന ഉടനെ അത് സംസാരിക്കാൻ പറ്റുമോ നമ്മൾ? ഇല്ല. എന്താണ് വേണ്ടത്? നമുക്ക് സംസാരിക്കാനുണ്ടോ? ഈ ചൊല്ലുന്ന ദിക്ർ പൂർത്തിയാക്കുക, ലബ്ബൈക തുടങ്ങുക, തുടങ്ങിയാൽ 3 വട്ടം സ്വലാത്തോടുകൂടെ ദുആയോടുകൂടെ അവസാനിപ്പിക്കുക. എന്നിട്ട് നിനക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? അത് കഴിഞ്ഞിട്ട് വേറെ രണ്ടാമത് തുടങ്ങിക്കോ. അതാണ് അതിന്റെ ആദം. അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ 3 ചൊല്ലി, സ്വലാത്ത് ചൊല്ലി, സലാം ചൊല്ലി, ദുആ ചെയ്തു. ഇനിയോ പിന്നെയും 3 ചൊല്ലി, പിന്നെയും സ്വലാത്ത്, പിന്നെയും സലാം, അങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഇടക്ക് ദുആ ഒന്ന് വർദ്ധിപ്പിക്കുക. എന്താണ് ദുആ? അല്ലാഹുവേ, ഞാൻ പരിശുദ്ധ ഹജ്ജ് യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ എന്നെ ഞാനാക്കിയ ഉമ്മയും ഉപ്പയും, മരിച്ചവർ, ജീവിച്ചിരിപ്പുള്ളവർ, ഭാര്യ, മക്കൾ, കൂട്ടുകാർ, കുടുംബങ്ങൾ, ശിഷ്യന്മാർ, സഹോദരങ്ങൾ, യാത്രയപ്പിന് സംബന്ധിച്ചവർ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടേ പോവുക. എന്താണ് ഹാജിമാർക്ക് അള്ളാഹു കൊടുക്കുന്നത്? അള്ളാഹു ഹാജിമാർക്ക് പുറത്തു കൊടുക്കും. ഹാജിമാർ ആർക്കൊക്കെ വേണ്ടി പൊറുക്കലിനെ ചോദിച്ചോ അവർക്കൊക്കെയും പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു കാര്യം ശ്രദ്ധിക്കാം, വിമാനത്തിൽ നിന്ന് ചിലപ്പോൾ കിട്ടുന്ന ഒരു കർച്ചീഫുണ്ട്, മുഖം തുടക്കുന്നതിന് മറ്റുമായി. അത് ഹാജിമാർ വാങ്ങരുത്. എന്താണ് അത്? സുഗന്ധം പൂശിയതാണ്, സ്പ്രേ പുരട്ടിയതാണ്. ഇഹ്റാമിൽ പ്രവേശിച്ച ആളുകൾ ഇനി ശ്രദ്ധിക്കേണ്ടത് വസ്ത്രധാരണ. നമ്മൾ പറഞ്ഞു, സ്ത്രീ മുഖം മറക്കരുത്, സ്ത്രീ മുൻകൈയിന് ഉറയിടരുത്, പുരുഷന്മാർ തല മറക്കരുത്, ജഡ്ഡി ബനിയനാദി ചുറ്റിത്തുന്നപ്പെട്ട വസ്ത്രം ധരിക്കരുത്. 2 വിഭാഗവും ശ്രദ്ധിക്കണം. നമ്മുടെ പ്രവൃത്തി കൊണ്ട് കയ്യിന്റെ നഖമോ അതുപോലെ തന്നെ തലയിലെ മുടിയോ പറിക്കരുത്. നമ്മളിങ്ങനെ പേനിങ്ങനെ അരിക്കുന്നുണ്ട്, അപ്പൊ അരിച്ച പേനിന് എടുത്തപ്പോൾ പേനിന്റെ കൂടെ ആരും കൂടി പോന്നു? 2 മുടിയും കൂടി പോന്നു. കുഴപ്പമൊന്നുമില്ല. ഒരാടിന് പൈസ ഉണ്ടോ? ശ്രദ്ധിക്കണം. നമ്മുടെ പ്രവൃത്തി കാരണം അത്രേ വേണ്ടതുള്ളൂ. ഒരു ദിവസം നമ്മൾ ഇഹ്റാമോട് കൂടെ ഉറങ്ങി നമ്മൾ ഉണർന്നു നോക്കുമ്പോൾ തലയുടെ മുകളിലുണ്ട് 2 മുടി. അവിടെ നോട്ടെ, നമുക്കെന്താ കുഴപ്പമുണ്ടോ? അത് നമ്മുടെ പ്രവൃത്തി കൊണ്ട് സംഭവിച്ചതല്ല. നമ്മുടെ പ്രവൃത്തി കൊണ്ട് തെറ്റ് സംഭവിക്കരുതെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോ ആ കൂട്ടത്തിൽ സുഗന്ധം പൂശാൻ പാടുള്ളതല്ല. നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അങ്ങനെ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ പോയി. അൽഹംദുലില്ലാഹ്, സുഗന്ധം നമ്മൾ പുരട്ടുന്നില്ല. പിന്നെയോ വസ്ത്രധാരണം നമ്മൾ ശ്രദ്ധിച്ചു. ശരീരത്തിന് തലമുടിയോ മറ്റോ നമ്മുടെ പ്രവൃത്തി കാരണത്താൽ ഒന്നും കൊഴിഞ്ഞു പോകാതെ നമ്മൾ സൂക്ഷിച്ചു. അതേ പ്രകാരം ഭാര്യ ഭർത്താക്കന്മാർ അവര് ബന്ധപ്പെടാൻ പാടില്ല. വിവാഹാലോചന, ആ വിവാഹാലോചന ഇഹ്റാമിൽ നടത്താൻ വേണ്ടി പാടില്ല. അങ്ങനെ തുടങ്ങിയിട്ട് ചെറുതോ വലുതോ ആയ തെറ്റുകൾ വരാതെ സൂക്ഷിച്ചു. വിമാനം ജിദ്ദയിൽ ഇറങ്ങി. ജിദ്ദയിൽ വിമാനം ഇറങ്ങുമ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങൾ ഹാജിമാര് സ്വന്തം ശ്രദ്ധിക്കണം.
ആര് കൂടെ ഉണ്ടെങ്കിലും നമ്മുടെ പാസ്പോർട്ട്, നമ്മുടെ ലഗേജുകൾ, നമ്മുടെ വിലപ്പെട്ട രേഖകൾ എന്നിത്യാദി കാര്യങ്ങളൊക്കെ അലക്ഷ്യമായി എവിടെയെങ്കിലുമൊക്കെ എറിഞ്ഞ് അങ്ങനെ നിങ്ങൾ വിട്ടേച്ചാ പറ്റില്ല. അവിടെ നല്ല പരിശോധനയുണ്ട്. അതുകൊണ്ട് എന്തു വേണം? വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് വലിയ ബാഗിലും ചെറിയ ബാഗിലുമായി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന സാധനങ്ങൾ എന്തെല്ലാം ആണെന്ന് ഹാജിമാർക്ക് സ്വന്തമായി അറിവുണ്ടാവണം. ഇല്ലെങ്കിൽ പരിശോധനാ സമയത്ത് ബാഗ് തുറന്ന് ഇതെന്താ 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 എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പറയാൻ കഴിയാതെ വിഷമിച്ചു പോകും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, തീർച്ചയായും അനുവദനീയമല്ലാത്ത ഒന്നും അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പാടില്ല. പാടില്ലാത്ത സാധനം നമ്മളെ ബാഗിൽ വെക്കരുത് എന്ന് പ്രത്യേകിച്ച് ഉണർത്തുകയും ചെയ്യുന്നു. അല്ലാഹു തആല സൂക്ഷിച്ച് യാത്ര ചെയ്യാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.